ഞാൻ നോബൽ ജോസ്, ബേസിക്കലി ചങ്ങനാശ്ശേരി സ്വദേശി, ഇപ്പം എറണാകുളത്ത് വരാപ്പുഴയിൽ സ്ഥിര താമസം. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ജോലി ടൂറിസം മേഖലയിലായിരുന്നു. ഒരു ടൂർ ഓപ്പറേറ്റർ കമ്പനിയിൽ മാനേജറെ വർക്ക് ചെയ്യുകയാണ് RCM എന്ന ഈ ഒരു നന്മ എൻ്റെ കയ്യിലേക്ക് കിട്ടിയത്. ഇപ്പോൾ സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. കഴിഞ്ഞ 4 വർഷമായി RCMൽ സജീവ സാന്നിധ്യം. ഇന്നൊരു പുതിയ ദിവസം, പുതിയൊരു സബ്ജക്റ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഏത് സബ്ജക്റ്റ് ആണ് അർജുൻ സാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെയൊക്കെ ഞെട്ടിക്കാൻ പാകത്തിന് ആണ് അദ്ദേഹം വന്നിരിക്കുന്നതെന്ന്. നമുക്കെന്തായാലും നമ്മുടെ കണ്ണുകളും കാതുകളും കൂർപ്പിച്ചിരിക്കാം. പേനയും നോട്ട്ബുക്കും തൊട്ട് അടുത്ത് തന്നെ വെക്കുക. കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ കാത്തിരുന്ന നിമിഷം ഇതാ എത്തിക്കഴിഞ്ഞു. നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ചെറുപ്പക്കാരുടെ മുഖം, തലമുറകളുടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ബിസിനസ്സാണ് RCM എന്ന് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്ത തലമുറയുടെ ബിസിനസ്സാണ് RCM. അതെ, അടുത്ത തലമുറക്കാരൻ, യൂത്ത് ഐക്കൺ, മോട്ടിവേറ്റർ, ട്രെയിനർ. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് നൺ അതർ ദാൻ മിസ്റ്റർ അർജുൻ MR. നമ്മളുടെ പ്രിയപ്പെട്ട എമറാൾഡ് ഗുരുനാഥൻ ഡോക്ടർ രാജൻ സാർ ആൻഡ് പ്രിയ മാഡത്തിന്റെ സുപുത്രൻ. വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ അർജുൻ MR. സർ, സ്വാഗതം. ആൻഡ് ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ കിളിവാതിലുകൾ തുറന്നു തരൂ സർ. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പുതിയ ദിവസം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സ്പെഷ്യൽ സെഷൻ എന്നാണ് ഞാൻ നോബൽ സാറിനോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിച്ചത് എനിക്ക് അതിനൊരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. കാരണം RCM എന്നുള്ള ഒരു കമ്പനി പെട്ടെന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ഒറ്റ വാക്കിൽ അത് ചുരുക്കാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു പ്രസ്ഥാനത്തെ, ഡയറക്ട് സെല്ലിംഗ് ഒരു പ്രസ്ഥാനത്തെ കവറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ലൈഡാണ് എന്റേത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റ വാക്കിൽ അതെന്താണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊരു സ്പെഷ്യൽ സെഷൻ എന്ന് പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ചിലവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാനൊന്ന് പൊടി തട്ടിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോ നമുക്കിന്ന് ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ഉണ്ട്. ഇതിന് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഓവർവ്യൂ എന്നാണ്. അതായത് ഡയറക്ട് സെല്ലിംഗിലെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാടും അതിൽ വരുന്ന ഡയറക്ട് സെല്ലേഴ്സിന്റെ ഒരു മനോഭാവവും, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആവുന്നതും ചിലർ സക്സസ്ഫുൾ അല്ലാത്തതും, ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരുടെയും ബിസിനസ് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ഞാൻ ഈ സ്ലൈഡ് പ്രസന്റേഷൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുകയാണ്. നമുക്ക് അതിലേക്ക് പോവാം. സാർ, ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യുകയാണ്. സോ ആൻ ഓവർവ്യൂ ഓഫ് ഡയറക്ട് സെല്ലിംഗ്, ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ആൻ ഓവർവ്യൂ ഓഫ് ഡയറക്ട് സെല്ലിംഗ്, അതായത് ഡയറക്ട് സെല്ലിംഗിന്റെ മൊത്തത്തിലുള്ള ഒരു കവറേജ് ആണ് ഞാൻ ഈ ഒരു സ്ലൈഡിലൂടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതെ, വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ് ആക്ച്വലി? ഇത് ഞാൻ ഇവിടെ പറയാനുള്ള ഒരു കാരണം എന്താ, ഞാൻ റീസെന്റ് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് പോയിണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാനൊരു ആ ചേച്ചിയുടെ ലീഡറിനോട് പറയുന്നത് കേട്ടു, എനിക്ക് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയ ഒരു കാര്യം, കാരണം ആ ചേച്ചീനെ എനിക്ക് പേഴ്സണലി അറിയാം, ആൻഡ് ഒരുപാട് കൊല്ലങ്ങളായിട്ട് ബിസിനസ്സിലുള്ളതാണ്. പക്ഷെ ഒരു വ്യക്തിക്ക് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചപ്പോൾ, നമ്മൾ പറയുമ്പോൾ RCM ഒരു ഡയറക്ട് സെല്ലിംഗിന്റെ ബിസിനസ് ആണ്. ഈ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തോളം കാലം എങ്ങനെ ഒരാൾ RCMലേക്ക് വരും? അതുകൊണ്ടാണ് ഞാൻ വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ് ആക്ച്വലി എന്നുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ ഫസ്റ്റ് തന്നെ കടക്കുന്നത്. എന്താണ് ഡയറക്ട് സെല്ലിംഗ്? ഡയറക്ട് സെല്ലിംഗ് ഈസ് നോട്ട് ആൻ ഇൻഡസ്ട്രി. ഇതൊരു ഇൻഡസ്ട്രി ആണോ? ട്രഡീഷണൽ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ല ഡയറക്ട് സെല്ലിംഗ്. കാരണം നമ്മളൊരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് ടെലികോം ഇൻഡസ്ട്രി ആയിരിക്കാം, അത് ടൂറിസം ഇൻഡസ്ട്രി ആയിരിക്കാം, അത് പല പല ഇൻഡസ്ട്രീസ് ആയിരിക്കാം. പക്ഷേ ഈ എല്ലാ പറയുന്ന ഇൻഡസ്ട്രി, ഇപ്പൊ ടെലികോം ആണെങ്കിലും ഏവിയേഷൻ ആണെങ്കിലും ടൂറിസം ആണെങ്കിലും, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിലാണ്. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഒരു ഇൻഡസ്ട്രി അങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്? അല്ല. അതുകൊണ്ട് ഡയറക്ട് സെല്ലിംഗിനെ ഒരിക്കലും നമുക്കൊരു ഇൻഡസ്ട്രി ആയിട്ട് വിശേഷിപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ്, ഡയറക്ട് സെല്ലിംഗ് ഈസ് നോട്ട് ജസ്റ്റ് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗിന്റെ പേരിന്റെ അവസാനം സെല്ലിംഗ് എന്ന് വരുമ്പോൾ അത് വെറും ഒരു വിൽപ്പനയുടെ ബിസിനസ് മാത്രമാണോ? അല്ല. ഡയറക്ട് സെല്ലിംഗ് കമ്പനീസ് എൻഗേജ് ഇൻ ഓൾ ബിസിനസ് ഫംഗ്ഷൻസ് ഇൻ ഓർഡർ ടു സക്സസ്ഫുള്ളി മാർക്കറ്റ് പ്രോഡക്റ്റ് അറൌണ്ട് ദ വേൾഡ്. അതായത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള കമ്പനികള് ബിസിനസ് ഫംഗ്ഷൻസിൽ ഒന്നായ സെല്ലിംഗിൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു സെല്ലിംഗിന്റെ മാത്രമായിട്ട് ബിസിനസ് അല്ല.
പലർക്കും ഡയറക്ട് സെല്ലിംഗ് എന്നൊരു പേര് കേൾക്കുമ്പോൾ സെല്ലിംഗ് എന്ന് മാത്രമാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അപ്പൊ ഇത് വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്, വിൽപ്പനയുടെ ബിസിനസ്സാണ്. വിൽപ്പനയുടെ ബിസിനസ് ആണ്, പക്ഷെ വിൽപ്പനയുടെ ബിസിനസ് മാത്രമല്ല. അതാണ് ഡയറക്ട് സെല്ലിംഗ്. മൂന്നാമത്തതാണ് ഇതിന്റെ ക്ലിയർ കട്ട് ഡെഫിനിഷൻ. ഡയറക്ട് സെല്ലിംഗ് ഇസ് എ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് ഒരു ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ചാനലാണ്. എങ്ങനെ? ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഇടത്തട്ടുകാരുണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്യുന്നതും മേൽനോട്ടം വഹിക്കുന്നതും എല്ലാം ചെയ്യുന്നതും അതിന്റെ ഡയറക്ട് സെല്ലേഴ്സ് ആണ്. അതായത് കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും സർവീസുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൺസ്യൂമേഴ്സ് അവരുടേതായ നോളേജബിൾ ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷനോ കൊടുത്ത് ഒരു ഉൽപ്പന്നം ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിലോ കാഴ്ചവെച്ച് അത് കൺവിൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് വിൽക്കുന്നു. അതിനെയാണ് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാം. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ഒരു ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. കാരണം ഇന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ഇൻഡസ്ട്രീസും ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ഫോർമാറ്റിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രീസ് ആണ്. അവർക്ക് അവരുടേതായ മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അവരുടേതായ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്, അവരുടേതായ എംപ്ലോയീസ് ഉണ്ട്. പക്ഷെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗിൽ അതൊന്നുമില്ല. ഇതെല്ലാത്തിനും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. ഡയറക്ട് സെല്ലിങ്ങിനെ ജസ്റ്റ് ഒരു സെല്ലിംഗ്, അതിന്റെ പേരിന്റെ അറ്റത്ത് സെല്ലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു വിൽപ്പനയുടെ ബിസിനസ് ആണെന്ന് മാത്രം പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. കാരണം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫംഗ്ഷന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും, അതിന്റെ ഒപ്പം തന്നെ സെല്ലിങ്ങും ചെയ്യും. മൂന്നാമത് ഡയറക്ട് സെല്ലിംഗ് സത്യത്തിൽ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതായത് കമ്പനിയിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവ് മുഖേന തന്നെ മറ്റൊരു ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന ഒരു നൂതന വിപണന രീതി. അതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. അതായത് കമ്പനി ഇറക്കുന്ന പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും മാർക്കറ്റിംഗ് അത് ആര് ചെയ്യുന്നു? അത് ഉപയോഗിക്കുന്ന വ്യക്തികൾ ചെയ്യുന്നു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 20-30 കൊല്ലമായിട്ട് നമ്മൾ പലചരക്കടയിൽ നിന്ന് പോയി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് ആണെങ്കിൽ പോലും ആ പേസ്റ്റിന്റെ പരസ്യം ചെയ്യാൻ വേണ്ടി ഇന്നേ വരെ കമ്പനി നമ്മളെ വിളിച്ചിട്ടില്ല. അത് ഏത് കമ്പനി വേണമെങ്കിലും ആയിരിക്കാം. ഈ കമ്പനികളൊന്നും നമ്മൾ കഴിഞ്ഞ 30-20 കൊല്ലമായിട്ട് ഇവരുടെ ലോയൽ കസ്റ്റമേഴ്സ് ആണെന്നുള്ളൊരു ബേസിസിൽ കമ്പനി നമ്മളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യൂ, നിങ്ങൾക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ അത്തരത്തിലൊരു സാധ്യത വന്നു കഴിഞ്ഞു, വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട്. ഇറ്റ് ഇസ് ദ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഡയറക്ട്ലി ടു ദ കസ്റ്റമേഴ്സ്. അതായത് കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് ഈ പ്രൊഡക്റ്റുകളും സർവീസുകളും എത്തിക്കുക എന്ന് മാത്രമല്ല, ഒരു കസ്റ്റമർ തന്നെ മറ്റൊരു കസ്റ്റമറിനോട് ഈ പ്രൊഡക്റ്റുകളുടെ എങ്ങനെ ഉപയോഗിക്കണം, അതെന്താണ്, അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഫോം ആവും, ഒരു ട്രസ്റ്റ് ബിൽഡ് ആവും. ഇത് ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിങ്ങിനെ നമുക്കൊരു നൂതന ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. അതും എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു നൂതന വിപണന രീതി. നമ്മളൊരു ട്രഡീഷണൽ രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിലൊരു നിശ്ചിതമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും, ഒരു പലചരക്ക് കട ഉണ്ടായിരിക്കും, ഒരു സേവ് മാർട്ട് ഉണ്ടായിരിക്കും, ഒരു മാർജിൻ ഫ്രീ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥലത്തും അനായാസമായിട്ട് ഒരാളിലേക്ക് ഈ ഒരു ആശയം, ഇതിലെ പ്രൊഡക്റ്റുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അത് ചിലപ്പോ ഹോം ഡെലിവറിയിലൂടെ ആയിരിക്കാം, ഹോമിൽ വെച്ച് കാര്യങ്ങൾ പറയാം, വർക്ക് പ്ലേസിൽ വെച്ച് കാര്യങ്ങൾ പറയാം, ഷോപ്പിൽ വെച്ച് കാര്യങ്ങൾ പറയാം. അങ്ങനെ ഇതിനൊരു ലിമിറ്റേഷൻസോ ഒരു ബൗണ്ടറീസോ ഇല്ല. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. കസ്റ്റമേഴ്സ് തന്നെ കസ്റ്റമേഴ്സിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന ഒരു നൂതന വിപണന രീതി. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. എന്തൊക്കെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഫീച്ചേഴ്സ്? ആദ്യത്തെ ഫീച്ചർ, അതിൽ എന്തൊക്കെ ഉൾപ്പെടും, എന്തൊക്കെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മേഖലയിൽ ഉൾപ്പെടുന്നത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. അതായത് ഉൽപ്പന്നങ്ങളോ സർവീസുകളോ ഉപയോഗിച്ച് ഒരാള് മറ്റൊരാളോട് ഈ ഉൽപ്പന്നത്തിന്റെ സവിശേഷതകളെ പറ്റിയിട്ട് പങ്കുവെക്കുന്നു, ഈ ഉൽപ്പന്നം ഉപയോഗിച്ചതിന്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നു. അതിനെയാണ് നമ്മൾ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 1-on-1 ഡയറക്റ്റ് ആയിട്ട്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി, അത് ഏതോ ആയിക്കോട്ടെ, ഇന്ത്യൻ ആയിക്കോട്ടെ, ഫോറിൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കമ്പനികൾ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ കമ്പനികൾ നേരിട്ട് നിങ്ങളുടെ ഡോറിൽ വന്നിട്ട് ഈ ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യില്ല. അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പലചരക്ക് കടയോ അല്ലെങ്കിൽ അതിനേക്കാളും മുന്നത്തെ ഒരു ഹോൾസെയിൽ കടയോ ഇത് മുഖേനയാണ് ഇത് സെയിൽ നടത്തുക. പോരാത്തതിന് അഡീഷണൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സും കാര്യങ്ങളും. ഈ അഡ്വർടൈസ്മെന്റ്സിലൂടെയാണ് സാധാരണഗതിയിൽ ഉൽപ്പന്നങ്ങൾ നിങ്ങളിലേക്ക് എത്തുക. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ ഈ ഉൽപ്പന്നങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അതായത് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും നമുക്ക് ഉൽപ്പന്നത്തെ പറ്റി മനസ്സിലാക്കാനും കൂടുതലായിട്ടുള്ള സമയവും പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമുക്കൊരു സാധാരണ ട്രഡീഷണൽ മാർക്കറ്റിൽ ലഭിക്കില്ല. അതോടെ തന്നെ നമുക്ക് ഈ ഉൽപ്പന്നത്തെ പറ്റിയിട്ടും ഈ ബിസിനസിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് മതിയാവോളം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ വാങ്ങുന്ന ഉൽപ്പന്നമോ സർവീസിനോ നിങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റില്ല. ഒന്ന് സമയം ഒരു ഫാക്ടറാണ്. പക്ഷേ
നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് എത്താതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു ട്രഡീഷണൽ കമ്പനി ചെയ്യും. കാരണം പല കമ്പനികളും ഇന്ന് ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്. ക്വാളിറ്റി ഫാക്ടറിൽ വളരെ വളരെ കൃത്രിമം അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് നമുക്ക് പൊതു സ്ഥലത്ത് നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗിൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസിനും ഒരുപാട് വാല്യൂ ഉണ്ട്. കാരണം ഒരു ഉൽപ്പന്നത്തിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതിൽ എന്തൊക്കെയാണ് ന്യൂ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അതിലത്തെ ഫീച്ചേഴ്സ് എന്താണ്, അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക, ഇതിലൂടെ എങ്ങനെ നമുക്കൊരു വരുമാനം ഇൻകം, ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിന്റെ ഒരു പാസേജ് ആണ് സത്യം പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. അത് വൺ ഓൺ വൺ ആയിട്ട് നടക്കുമ്പോൾ അതിൽ വിശ്വാസത്തിന്റെ ഒരു ഫാക്ടർ ഒരുപാട് കൂടുതലായിരിക്കും. 2 or more individuals who physically interact face to face. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ഇനി ഡയറക്ട് സെല്ലിംഗ് അറ്റ് ദ ബേസിക് ലെവൽ ഡസ് നോട്ട് റിക്വയർ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡയറക്ട് സെല്ലിംഗിൽ ഉള്ള കാര്യങ്ങളാണ്. അതായത് ഒന്ന്, അതിലൊരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് വ്യക്തിപരമായിട്ട് നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയോടാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്, ഈ ഒരു ആശയത്തെ പറ്റിയിട്ട് നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ പങ്കുവെക്കുക. അതിലൊരു എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നടക്കുന്നത് ഉൽപ്പന്നത്തെ പറ്റിയിട്ടായിരിക്കാം, സർവീസിനെ പറ്റിയിട്ടായിരിക്കാം, ബിസിനസിനെ പറ്റിയിട്ടായിരിക്കാം, ഏതിനെ വേണമെങ്കിലും ആയിരിക്കാം. 2 or more individuals who physically interact in face to face communication. അതായത് നേരിട്ട് മുഖാമുഖം നമ്മൾ സംസാരിക്കുന്നു. ഡയറക്ട് സെല്ലിംഗിൽ ബേസിക് ലെവലിൽ വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വേണ്ടാന്ന് ഞാൻ പറയുന്നത് ബേസിക് ലെവൽ. നമ്മളൊരു തുടക്കക്കാരനാണ്, നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ മെയിൽഡ് കാറ്റലോഗ്സ്, ടെലിമാർക്കറ്റിംഗ്, ഡയറക്ട് റെസ്പോൺസ് ഇവയോടൊന്നും ആവശ്യമില്ല. ഇവിടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെല്ലിയാണ്. സോ ഇൻ പേഴ്സൺ നമുക്ക് പോകണം. മെയിൽ കാറ്റലോഗ്സ്, ടെലിഗ്രാംസ് ഇതൊക്കെ നമ്മൾ ഒരു ഫോളോ അപ്പ് സെക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ്, ഫോളോ അപ്പ് സെക്ഷൻ എത്തുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ ഉപയോഗിക്കുന്നത്. അതുവരെ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് പ്യുവർ ആയിട്ട് നമ്മുടെ ഫിസിക്കലി നമ്മുടെ ബോഡി വെച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇതിലൊരു അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ തുടക്ക സമയത്ത് തന്നെ ഒരു വ്യക്തിയെ നമ്മൾ ഇത് കാണിക്കുമ്പോൾ അവർക്ക് നമ്മൾ മെയിൽ കാറ്റലോഗ്സ് അയച്ചു കൊടുക്കാണ്, ടെലിമാർക്കറ്റിംഗ് ചെയ്യാണ്. അതായത് ഫോണിലൂടെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാം, പക്ഷെ ഫോണിലൂടെ നിങ്ങൾ ബിസിനസ് പറയുമ്പോൾ അത് സക്സസ്ഫുൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഈ ഒരു ആശയം പങ്കുവെക്കുമ്പോൾ അതിനെ ഡയറക്റ്റ് എന്ന് പറയുന്നു. അവിടെ നമ്മുടെ ഫിസിക്കൽ ലേബർ ഉണ്ട്. കാരണം നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സിന്റെ ഗെസ്റ്റേഴ്സ് ഉണ്ട്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നമ്മുടെ കോൺഫിഡൻസ് ഉണ്ട്. ഇതെല്ലാം ആസ് എ പേഴ്സൺ അവർക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന കാര്യങ്ങളെയാണ് ആൾക്കാർ ഒരുപാട് കൂടുതൽ വിശ്വസിക്കുക. കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ നമുക്ക് മടിയാണ്. കാരണം അതിനൊരു എവിഡൻസോ പ്രൂഫോ ഇല്ല. പക്ഷെ കണ്ട് സംസാരിക്കുമ്പോൾ അതിന്റെ എഫക്ട് നമ്മൾ മെയിൽഡ് കാറ്റലോഗ്സ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ ടെലിമാർക്കറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്ട് റെസ്പോൺസിന് വേണ്ടി കാത്തിരിക്കുമ്പോഴോ കിട്ടില്ല. അഡ്വർടൈസിങ്, ഇൻഫോർമേറ്റീവ്സ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ളതല്ല. ഒരു തുടക്ക ഘട്ടത്തിൽ, അതായത് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ കൂടുതലും ചെയ്യുന്നത് ഫീൽഡ് വർക്കാണ്. അതായത് ഒരാളെ ഇൻ പേഴ്സൺ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഫോൺ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാം, പക്ഷെ ഒരിക്കലും ഫോണിലൂടെ ബിസിനസ് പറയരുത്. അത് ആ ബിസിനസ്സിനെ ഇല്ലാതെയാക്കും എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഫോളോ അപ്പ്, അതായത് അദ്ദേഹത്തിനോട് ഈ ആശയം പറഞ്ഞു, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ അപ്പിൽ നമുക്ക് ഈ കാറ്റലോഗ്സ്, എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ട് അതിന്റെ ഒരു കാറ്റലോഗ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുക, ഇതിലത്തെ പുതിയ പുതിയ ഓഫേഴ്സുകളെ പറ്റിയിട്ട് അവരോട് കാര്യങ്ങൾ പറയാ, പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസുകൾ അവരിൽ നിന്ന് സ്വീകരിക്കുക, കുറച്ചും കൂടി പ്രൊഡക്റ്റ് റേഞ്ച്, പ്രൈസ് റേഞ്ച് ഇവയൊക്കെ പങ്കുവെക്കുക. ഇതൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഒരു ഫോളോ അപ്പ് സെക്ഷനിലൊക്കെ നമ്മൾ വരുത്തുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതാണ് ഒരു കമ്പാരിസൺ സ്റ്റഡി. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് ഇപ്പൊ ഇത് കേട്ട് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയും അല്ല, എന്നാൽ അതൊരു സെല്ലിംഗ് മാത്രമായിട്ട് ഒതുങ്ങുന്ന കാര്യവുമല്ല. അതൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അതിൽ ആ ഒരു വ്യക്തി തന്നെ ഇതിനെയെല്ലാം പഠിച്ച് അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിനൊരു നോളജ് ഗെയിൻ ചെയ്ത് മറ്റൊരാൾക്ക് അത് പകർന്നു കൊടുക്കുന്നു. അതാണ് സത്യത്തിൽ പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഇനി ഈ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി ഞാൻ പറയുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറഞ്ഞു, ശരിയാണ്, നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇതിനെ നമ്മൾ ജോബിനേക്കാളും ഉയർന്നൊരു പൊസിഷനിൽ കൺസിഡർ ചെയ്യുന്നു? ജോബ് തന്നെയല്ലേ എപ്പോഴും ഒരു സെക്യൂർ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അത്തരം ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു കാര്യത്തെ വീക്ഷിക്കുമ്പോൾ അതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇപ്പൊ ഡയറക്ട് സെല്ലിംഗ് പലരും പറയുന്നത് കേൾക്കാം, ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ് ജോബിനേക്കാളും. പക്ഷെ എങ്ങനെ? അതാണ് നമ്മൾ ഇവിടെ ഈ ഒരു കമ്പാരിസൺ സ്റ്റഡിയിൽ കാണിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരു ഓഫീസ് ജോബ് ചെയ്യുമ്പോഴും ഒരു ഡയറക്ട് സെല്ലിംഗ് ചെയ്യുമ്പോഴും ഉള്ള ഒരു വ്യത്യാസമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അതിൽ ഓഫീസ് ജോബിൽ ഹാവ് ടു വർക്ക് ആസ് പെർ ഓഫീസ് ടൈമിംഗ്, അതായത് കമ്പനി നിശ്ചയിക്കുന്ന ഒരു സമയപരിധിക്കുള്ളിലാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു ഡയറക്ട് സെല്ലർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി ഇൻ ടൈമിംഗ് ഉണ്ട്. അതായത് നിങ്ങൾ എപ്പോ വർക്ക് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുക. രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളാണ് ബോസ്.
ഫസ്റ്റ് പോയിന്റ് ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാണ്. കാരണം ഇന്ന് സമയത്തിന് നമ്മുടെ ലൈഫിലുള്ള പ്രാധാന്യം അത് വളരെ അധികമാണ്. കാരണം ഓരോ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചിട്ടുള്ളതാണോ എന്നും കൂടി നമ്മൾ വിലയിരുത്തേണ്ട ഒരു സമയമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത്. അതുകൊണ്ട് തന്നെ ഹാവ് ടു വർക്ക് ആസ് പെർ ഓഫീസ് ടൈമിങ്സ്. ഓഫീസ് ജോബിലാവുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ടൈമിങ്സ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ടി വരും. ഡയറക്ട് സെല്ലിങ്ങിന്റെ സമയത്താവുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഇൻ ടൈമിംഗ്, വർക്ക് നിങ്ങൾക്ക് എപ്പോൾ ചെയ്യണോ അപ്പൊ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. രണ്ടാമത് ഓഫീസ് ജോബ് ചെയ്യുമ്പോൾ ഡെഫിനിറ്റ് വർക്കിംഗ് ഏരിയ ഡിസൈഡഡ് ബൈ യുവർ ഓഫീസ്, അതായത് ഒരു പരിമിതമായ സ്ഥലത്തിരുന്നു കൊണ്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുക. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയ്ക്ക് ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഓൺ ദ ഫീൽഡ് വർക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ തടയിടാനോ വേറൊരു വ്യക്തിക്ക് അധികാരമില്ല, അവകാശമില്ല. ഡെഫിനിറ്റ് വർക്കിംഗ് ഏരിയ ഡിസൈഡഡ് ബൈ യുവർ ഓഫീസ് ആണ് നിങ്ങൾ ജോബിൽ ഇരിക്കുമ്പോൾ. കാരണം ആ ഒരു ക്യൂബിക്കിൾ സാധാരണഗതിയിൽ ഒരു IT മേഖലയിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂബിക്കിൾ വിട്ട് നിങ്ങളോട് പുറത്തു പോകരുത് എന്ന് പറയും. ആ ക്യൂബിക്കിളിലാണ് നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക്, നിങ്ങൾക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വരെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. കാരണം നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യത്തിനുള്ള ടൂൾസുകളും നിങ്ങൾക്ക് ഈ ബിസിനസിനെ പറ്റിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള നോളജും ഉണ്ടെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതൊരു വ്യക്തിയോട് കൺവിൻസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ബസ്സിലിരുന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ നിന്ന് വരുന്ന വഴി നടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് പറയാം. ഇതിന് ഒരു ലിമിറ്റേഷൻസ് ഇല്ല, അൺബൗണ്ട് ആണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അത് ഒരാളുടെ വീട്ടിൽ പോയിട്ട് പേഴ്സണലി പറയാം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ പറയാം, അല്ലെങ്കിൽ ഓൺ ദ ഫീൽഡ് പറയാം. മൂന്നാമത്, നിങ്ങൾ ഒരു ഓഫീസ് ജോബ് ചെയ്യുമ്പോൾ ഹാവ് ടു വർക്ക് വിത്ത് പീപ്പിൾ വിച്ച് യു ഡോണ്ട് ഡിസൈഡ്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ നിങ്ങളെ റിക്രൂട്ട് ചെയ്തു, നിങ്ങൾ അവിടെ പോകുമ്പോൾ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലൊരു നെഗറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് തരുന്ന ആൾക്കാരുണ്ടാവും, ചിലൊരു പോസിറ്റീവായിട്ട്. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക പോസിറ്റീവായ ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. പക്ഷേ നിർഭാഗ്യവശം നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മളല്ലാതെ തീരുമാനിക്കുക നമ്മൾ ആരോടൊപ്പം അസോസിയേറ്റ്. ചിലപ്പോൾ നമുക്ക് തരുന്ന ഒരു ടീം ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തികളായിരിക്കും. പക്ഷേ ഇവിടെയാണ് ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു പ്രാധാന്യം. കാരണം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു നെറ്റ്വർക്ക്, അത് നിങ്ങൾ ആരോടൊപ്പം വർക്ക് ചെയ്യണം എന്നുള്ളത് പ്യൂർലി നിങ്ങളുടെ ചോയ്സ് ആണ്. ഇവിടെ നിങ്ങൾ ഒരു എംപ്ലോയർ ആയി മാറുകയാണ്. നിങ്ങൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയി ആയി മാറുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളൊരു എംപ്ലോയർ ആയിട്ട് മാറുകയാണ്. കാരണം ഇവിടെ നിങ്ങളാണ് തീരുമാനിക്കുക നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ആരെ അസോസിയേറ്റ് ചെയ്യണമെന്നത്, ആരോടൊപ്പം വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക. എന്റെ ലൈഫിൽ ഞാൻ എത്ര പോസിറ്റീവ്നെസ് ആഗ്രഹിക്കുന്നുണ്ട്, അത് ഈ വ്യക്തിക്ക് എന്റെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന വെച്ചാൽ ആ വ്യക്തിയോടൊപ്പമാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതേപോലെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗിൽ നമ്മൾ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി നമ്മൾ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വൈബിൾ ആൾക്കാരോടൊപ്പം നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നാച്ചുറലി നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലി വളരും. പക്ഷെ നമ്മൾ വർക്ക് ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തികളുടെ ഒപ്പം വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വർക്കിനെ അത് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓഫീസ് ജോബും ഡയറക്ട് സെല്ലിംഗും തമ്മിൽ വെറും ഈ 3 അന്തരം പറയുമ്പോൾ തന്നെ ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. ഇനി അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് പോവാം. നാലാമതാണ് ഓഫീസ് ജോബിൽ ഹൈ ഏർണിംഗ്സ് ഫോർ ഹൈ ലെവൽ മാനേജ്മെന്റ്. നമ്മൾ പല ഓഫീസ് ജോബുകളിലും കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളവും താഴെ ഇരിക്കുന്ന മീൻസ് കുറച്ചും കൂടിയും ലോവർ ക്വാളിഫൈഡ് ആയ ആൾക്കാർക്ക് ലോവർ ആയിട്ടുള്ള ശമ്പളം. ഇത് ഒരു പുറത്തുനിന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ന്യായമായിട്ട് തോന്നും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പഠിച്ച് ഒരുപാട് കാലം പഠിച്ച് വർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ന്യായമായ ഒരു കാര്യമാണ്. പക്ഷേ എല്ലാ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾക്കും ഭയങ്കര ബ്രില്യന്റ് ആവണമെന്നൊന്നുമില്ല. എന്നാൽ ഒട്ടും പഠിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരുപാട് കോമൺ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കും. നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഠിപ്പുണ്ടായിട്ട് പോലും കോമൺ ആയിട്ടുള്ള ഒരു നോളജ്, അതായത് കോമൺ സെൻസ് നമുക്ക് അവരിൽ കാണാൻ പറ്റും. ഒരുപാട് ഫാക്റ്റും ഫിഗേഴ്സ് ഒക്കെ അറിയാം, പക്ഷെ ഒരു കാര്യത്തെ അവിചിത്ത ബോധത്തോടെ ചെയ്യാനുള്ള ഒരു കഴിവ് അവരിൽ ഉണ്ടാവില്ല. ഇവിടെയാണ് സത്യം പറഞ്ഞ ഡയറക്ട് സെല്ലിംഗ് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നത്. ഇവിടെ വേർതിരിവുകളൊന്നുമില്ല. നിങ്ങൾ ഏത് ക്വാളിഫൈഡോ ആയിക്കോട്ടെ, നിങ്ങൾ ക്വാളിഫൈഡ് ആവാം, ക്വാളിഫൈഡ് അല്ലാതിരിക്കാം, നിങ്ങൾ മുന്നേ വരാം പിന്നെ വരാം, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ എഫേർട്ട് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വളർച്ച. അപ്പൊ നിങ്ങളൊരു ഓഫീസ് ജോബിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് എത്ര മലക്കം പറഞ്ഞാലും, എത്ര വർക്ക് ചെയ്താലും, എത്ര എക്സ്ട്രാ ടൈം എടുത്താലും ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് അവിടെ ഒരു വളർച്ച ഉണ്ടാവില്ല. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ മോർ ഏർണിംഗ്സ് ഫോർ പീപ്പിൾ ഹു ഡു മോർ ബിസിനസ്. ആരാണോ കൂടുതൽ ബിസിനസ് വോളിയം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആരാണോ കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്യുന്നത്, അവർക്ക് സ്വാഭാവികമായിട്ട് കൂടുതൽ വളർച്ച ഉണ്ടാവും. കാരണം ഇവിടെ നിങ്ങൾ ആദ്യം വന്നോ പിന്നെ വന്നോ എന്നുള്ളൊരു ചോദ്യമല്ല, നിങ്ങൾക്ക് ബിസിനസ് കൊണ്ടുവരാൻ സക്സസ്ഫുള്ളി പറ്റുന്നുണ്ടോ, അതാണ് ഇവിടെ മാറ്റർ എന്നുള്ളത്. ഇവിടെ നിങ്ങൾ 10ാം ക്ലാസ് പാസ് ആണോ അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫൈഡ് ആണോ എന്ന് ആരും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, ദാറ്റ്സ് ഓൾ ഇറ്റ് മാറ്റേഴ്സ്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസ് എൻവയറമെന്റ് ആണെന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ ഇരിക്കുന്ന ഒരു ബേസിക് പേ ജോബിലാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ എത്ര വർക്ക് ചെയ്താലും അറ്റ്ലീസ്റ്റ് ഒരു 2-3 കൊല്ലം കഴിയാതെ നിങ്ങൾക്ക് ഒരു പ്രൊമോഷണൽ ഒരു സാധ്യത നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല, അത് എത്ര ഹാർഡ് വർക്ക് ആണെങ്കിലും. ഇനി
അഞ്ചാമത് ലെസ് ഏർണിംഗ്സ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് ഒരു ഓഫീസ് ജോബിൽ കുറഞ്ഞ ശമ്പളമാണ് കിട്ടുക. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ ലെസ് ഏർണിംഗ്സ് ഫോർ പീപ്പിൾ ഹു ഡു ലെസ് വോളിയൂംസ്. അതായത് ഇവിടെ അത്തരത്തിലൊരു ലോവർ ഇൻകം കിട്ടുന്നത് ഒട്ടും ബിസിനസ് ചെയ്യാത്ത ആൾക്കാരാണ്. അതായത് ഇന്നാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന ആൾക്കാർ, അതായത് എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കുറച്ച് ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യം വരുള്ളൂ. അത് കുറച്ച് കമ്മീഷൻ കിട്ടുന്നു. കാരണം എന്താ വെച്ചാൽ അവർ പ്രോപ്പറായിട്ട് ഒരു വർക്ക് ചെയ്യുന്നില്ല, ലെസ് വോളിയമാണ് ചെയ്യുന്നത്. അവർക്ക് പ്രോപ്പറായിട്ട് ഒരു ബിസിനസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. എപ്പോഴും പരാതിയാണ്. ചിലർ നമ്മൾ പറയില്ല പരാതി പെട്ടികളാണ്, എപ്പോഴും പരാതിയാണ്. അതുപോലെ ഇന്നാക്റ്റീവ് ആണ്, അതായത് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. ചിലപ്പോൾ വല്ലപ്പോഴും ഓണത്തിന് സംക്രാന്തിക്കും കുറച്ച് പർച്ചേസ് ചെയ്യും, ഇത് പറഞ്ഞ ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവരും കുറച്ച് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ബേസിസിലാണ് നമുക്ക് ഒരു കമ്മീഷൻ കിട്ടുന്നത്. നമ്മൾ എത്ര എഫേർട്ട് എടുക്കാൻ തയ്യാറാണോ അത്ര അധികം നമ്മൾ റിവാർഡ് ചെയ്യപ്പെടും. അതാണ് ടാക്സ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ്. കാരണം പല മേഖലകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഒരു ഇൻകം അല്ല അവർക്ക് കിട്ടുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും ലൈഫ് തള്ളി നീക്കിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ ലൈഫിന്റെ നല്ലൊരു ഭാഗം നഷ്ടപ്പെടും. കാരണം ഈ ഒരു സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ഇനി മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം ഏതൊരു സിസ്റ്റം നമ്മൾ നോക്കിയാലും ഏതൊരു കൾച്ചർ നമ്മൾ നോക്കിയാലും അവിടെ എല്ലായിടത്തും ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും, ഒരു സബോർഡിനേറ്റ് ഉണ്ടായിരിക്കും, അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്ലർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊരു ലെവൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു ലെവൽ അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ട, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുള്ളത് അവർ ചോദിക്കില്ല. നിങ്ങൾക്ക് പെർ മാസം എത്ര ഇൻകം നിങ്ങൾക്ക് വേണം ചോദിക്കില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫിഗർ പറയും, അത് അവർക്ക് തരാൻ പറ്റില്ല. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ അത് തരാൻ പറ്റും. കാരണം നിങ്ങൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചുള്ള ഒരു ഇൻകം ആണ് നിങ്ങൾക്ക് അവർ തരിക, നിങ്ങൾക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുക. അത് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതൊക്കെ നമ്മളാണ്. സോ ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് ജോബ് ചെയ്യുന്നേക്കാളും എല്ലാ അർത്ഥത്തിലും മെച്ചപ്പെട്ടത് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ നമ്മുടെ ലൈഫിൽ നമുക്ക് കൺട്രോൾ ഉണ്ടായിരിക്കും. ഇനി ആറാമത്തെ പോയിന്റ് ജോബ് കേസുകളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നോ മാറ്റർ ഹൗ കൺസിസ്റ്റന്റ് യു ആർ യു വിൽ നെവർ ബി റിവാർഡ്. അതായത് നിങ്ങൾ എത്ര കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താലും, ഇപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലും ഞാൻ പറഞ്ഞു അടുത്ത ഒരു 3-4 കൊല്ലത്തിൽ നിങ്ങൾ ഒരേ പൊസിഷനിൽ തന്നെ നിൽക്കുള്ളൂ. കാരണം അത് കമ്പനിയുടെ ഒരു സെറ്റിംഗ് ആണ്. 2 കൊല്ലം നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് അടുത്തത് കിട്ടുള്ളൂ. എന്നാൽ ഡയറക്ട് സെല്ലിംഗിൽ അങ്ങനെയല്ല. നിങ്ങൾ എത്ര കൺസിസ്റ്റൻസി ബിസിനസ്സിൽ കാണിക്കുന്നു, എത്ര കൺസിസ്റ്റൻസി നിങ്ങളുടെ ബിസിനസ് കൊണ്ടുവരാനോ പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യാനോ കാണിക്കുന്നു, ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടും. ഇവിടെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാള് ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാള് തേടി ഇരുന്ന ഒരു മിറാക്കിൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡയറക്ട് സെല്ലിംഗ് പ്രസ്ഥാനം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ പലർക്കും ഇപ്പോഴും ഡൗട്ടാണ്. കാരണം ഡയറക്ട് സെല്ലിംഗ് സെക്യൂർഡ് ആണെന്നുള്ളത്. നിങ്ങൾ ഒരു ബസ്സിൽ കയറി, സ്ഥിരമായിട്ട് ഒരു ബസ്സിൽ കയറുന്നു, ആ ബസ് കറക്റ്റ് ഇന്ന സമയത്ത് ഒരു ഓഫീസിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. ഓക്കെ, നിങ്ങൾ കംഫർട്ടബിൾ. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് ഓഫീസിലേക്ക് പെട്ടെന്ന് എത്തണം. നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പോകുമോ അത് സ്ഥിരം കയറുന്ന ആ ബസ്സിൽ തന്നെ എത്തും. കാരണം ആ ബസ് എത്തുന്നത് സാധാ ആ സമയത്താണ്, അതായത് ഓഫീസ് ടൈമിലാണ്. പക്ഷെ നിങ്ങൾക്ക് അന്ന് നേരത്തെ എത്തണം. അതിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വീട്ടിലിരിക്കുന്ന വണ്ടി എടുത്ത് നിങ്ങൾ പോകും. അത് തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഒരു ഓഫീസ് ജോബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു നിശ്ചിത സമയമുണ്ട്, ആ സമയത്തെ ബസ് അവിടെ എത്തും. നിങ്ങൾ അവിടെ ചെന്ന് ഡ്രൈവറിനോട് പറയാണ് ഇന്ന് എനിക്ക് ഓഫീസിൽ പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമൈസേഷൻ അല്ല വണ്ടി ഓടുന്നത്. അവിടെ ഇരിക്കുന്ന ഒരുപാട് വേറെ പാസഞ്ചേഴ്സിന് അവരൊക്കെ ഇറക്കിയിട്ട് പതുക്കെ വണ്ടി പോകുള്ളൂ. അതേപോലെ തന്നെയാണ് ഒരു ജോബിന്റെ കാര്യം. അവിടെ ഇരിക്കുന്ന മേലുദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണ് അവർക്കുള്ള പരിഗണന ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു പരിഗണന കിട്ടുള്ളൂ. പക്ഷെ ഡയറക്ട് സെല്ലിംഗിൽ അങ്ങനെയല്ല. കാരണം ഇവിടെ ആക്സിലേറ്റർ നിങ്ങളുടെ കയ്യിലാണ്. എത്ര സ്പീഡിൽ പോകണം, എത്ര സ്പീഡ് കുറച്ച് പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. എത്ര സമയത്ത് ഓഫീസിൽ എത്തണം എന്നും നിങ്ങളാണ്. അതാണ് ഓഫീസും ഡയറക്ട് സെല്ലിംഗും തമ്മിൽ വ്യത്യാസം. ഈ 6 പോയിന്റ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്. ഓഫീസ് ജോബ് ആണോ വേണ്ടത് അതോ ഡയറക്ട് സെല്ലിംഗ് ആണോ വേണ്ടത്? അടുത്തത്, ഇനി ഞാൻ ഡയറക്ട് സെല്ലിംഗ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കാരണം സ്വാഭാവികമായിട്ടും ആ 6 പോയിന്റ് വായിച്ച ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഡയറക്ട് സെല്ലിംഗ് ആണ് എല്ലാ അർത്ഥത്തിലും ജോബിനേക്കാളും നല്ലത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് ഡയറക്ട് സെല്ലിംഗിന്റെ കേസിൽ മാത്രമല്ല നമ്മുടെ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം SWOT അനാലിസിസ് ആണ്. അതായത് SWOT അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. അതായത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെയാണ് പ്ലസ് പോയിന്റ്, എന്തൊക്കെയാണ് വീക്ക് പോയിന്റ്, ഇത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഇത് ചെയ്താൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതാണ് നമ്മൾ ആദ്യം വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഡയറക്ട് സെല്ലിംഗിൽ അതിന്റെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏർണിംഗ് പൊട്ടൻഷ്യൽ. സ്ട്രെങ്ത്തില് ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഏർണിംഗ് പൊട്ടൻഷ്യൽ. നിങ്ങൾ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻകം ആണ് നിങ്ങൾക്ക് കിട്ടുക ഫസ്റ്റ് സ്റ്റേജിൽ. അത് കഴിഞ്ഞ് നിങ്ങളുടെ വർക്കിന്റെ അളവ് കുറയും, ഇൻകത്തിന്റെ അളവ് കൂടി വരും. എക്സ്പോണൻഷ്യൽ ആയിട്ടൊരു ഗ്രോത്ത് നമുക്ക് ഈ ബിസിനസ്സിൽ കൈവരിക്കാൻ പറ്റും. രണ്ടാമത്തതാണ് ഇന്ന് ബിസിനസ് തുടങ്ങാൻ
പലരും പെടാപ്പാടുപെടുകയാണ്. കാരണം വർക്ക് ചെയ്തിട്ട് ഇത്ര കിട്ടുള്ളൂ എന്ന് അവർക്കറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ബിസിനസ് ആണെന്ന് ലാഭം മനസ്സിലാക്കിക്കൊണ്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്ന പല ആൾക്കാരുണ്ട്. പക്ഷെ ഇത് എന്ത് ബിസിനസ് തുടങ്ങണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ അവരെ സംബന്ധിച്ചോളം ഇന്ന് ക്യാപിറ്റൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്നല്ല, ക്യാപിറ്റൽ വേണ്ടാത്തൊരു ബിസിനസ് ആണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ്. അതാണ് മിനിമൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനി മൂന്നാമത്തേതാണ് പേഴ്സണൽ ഡെവലപ്മെന്റ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നു, ഒരു 5 മാസം കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ്, അത് നമുക്ക് തന്നെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും എത്ര അന്തരവ് ഉണ്ടാവും എന്നുള്ളത്. ഇതാണ് ഇതിന്റെ സ്ട്രെങ്ത്. ഒന്ന്, എത്ര വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാം. 2, മിനിമൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മതി. 3, പേഴ്സണൽ ഡെവലപ്മെന്റ് നമുക്ക് ഇതിലൂടെ കൈവരിക്കാൻ പറ്റും. ഇനി ഇതിന്റെ വീക്ക്നെസ്സിലേക്ക് പോവാം. ലാക്ക് ഓഫ് അവയർനെസ് ഇൻ മാസസ്, അതായത് ജനങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അധികം അറിയാം. സത്യം പറഞ്ഞാൽ ഇതൊരു വീക്ക്നെസ് ആണോ? ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഒരു ബിസിനസ്സിന് അതിന്റെ വീക്ക്നെസ്സിന് അതിന്റെ പ്ലസ് പോയിന്റ് ആക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അസോസിയേറ്റ് ചെയ്യുന്നത് അത്തരത്തിലൊരു ബിസിനസ്സിനാണ്. കാരണം ഈ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് ജനങ്ങളിലേക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാരെ കൺവേ ചെയ്യാനോ കൺവിൻസ് ചെയ്യാനോ പറ്റുന്നത് ഈ ഒരു ഹൈലൈറ്റ് ഉള്ളതുകൊണ്ടാണ്. കാരണം ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അപ്പൊ നമുക്ക് അവരോട് കൂടുതൽ ആൾക്കാരോട് ഇത് എത്തിക്കാൻ പറ്റും, കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും, നമ്മുടെ നെറ്റ്വർക്ക് വലുതാക്കാൻ പറ്റും, നമ്മുടെ ബിസിനസ് വലുതാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരു വലിയൊരു ഇൻകം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഏത് ഇൻഡസ്ട്രിയുടെ സ്വാറ്റ് അനാലിസിസ്, അതായത് സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് അനാലിസിസ് എടുത്താലും ഒരു ഇൻഡസ്ട്രിക്ക് പോലും അതിന്റെ വീക്ക്നെസ്സിനെ അതിന്റെ പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റില്ല. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ ഇൻഡസ്ട്രിയിൽ വീക്ക്നെസ്സിനെ പോസിറ്റീവ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഇനി ഓപ്പർച്യൂണിറ്റീസ്, ഗേറ്റ് വേ ഫോർ എന്റർപ്രണേഴ്സ്, അതായത് ബിസിനസ് ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, ബിസിനസ് ആയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇന്നത്തെ സമയത്ത്. ഇന്നും കൂടി എന്റെ ഒരു സുഹൃത്ത് എന്റെ വീട്ടിൽ വന്ന് എന്നോട് സംസാരിച്ചു. അവൻ ഒരു ഗോൾഡ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അവന്റെ ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ അവന് ബിസിനസ് ആയിട്ട് തുടങ്ങാനാണ്. അപ്പൊ ബിസിനസ് ആയിട്ട് തുടങ്ങുമ്പോൾ എന്ത് തുടങ്ങും എന്നുള്ളത് അറിയില്ല. കാരണം അവരുടെ കയ്യിൽ ക്യാപിറ്റൽ വളരെ കുറവാണ്. അപ്പൊ ഈ ഗേറ്റ് വേ ഫോർ എന്റർപ്രണേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് ആയിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് നമുക്ക് ഈസി ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്താണ് പ്രൊമോട്ടിംഗ് സെൽഫ് ഏർണിംഗ്, അതായത് സ്വയം തൊഴിൽ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നത്. ഇനി നമുക്ക് ഇതിന്റെ ത്രെട്ടുകളെ പറ്റി നോക്കാം. എന്താണ് ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ത്രെട്ട്, എന്താണ് ഇതിൽ നമുക്കൊരു നെഗറ്റീവ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒന്ന്, എമർജൻസ് ഓഫ് പിരമിഡ് ആൻഡ് ഫ്രോഡ് കേസ്, അതായത് മണി ചെയിൻ ആയിട്ടുള്ള കമ്പനികൾ ഇഷ്ടം പോലെ നമ്മുടെ മാർക്കറ്റിലുണ്ട്. പക്ഷെ പണ്ടുണ്ടായിരുന്ന ഒരു 20 കൊല്ലം മുന്നേ ഈ ഒരു മണി ചെയിൻ വന്നതിന്റെ ഒരു തുടക്ക സമയമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാം, എല്ലാവരിലേക്കും ഈ കാര്യം എത്തിക്കഴിഞ്ഞു. ആൾക്കാർക്ക് ഇപ്പൊ വേർതിരിച്ചറിയാൻ പറ്റും എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നും എന്താണ് മണി മാർക്കറ്റ്. കാരണം ആൾക്കാർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയി. കാരണം നമ്മളൊരു സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയണം എന്നില്ല. ഒരു ഭീതിയോട് കൂടിയിട്ടാണ് നമ്മൾ കാണുക. ഒരു 20 കൊല്ലം മുന്നേ ഒരു കമ്പ്യൂട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പലരും അതൊരു ഭീതിയോട് കൂടിയിട്ടാണ് കണ്ടത്. കാരണം ഒരുപാട് പേരുടെ ജോബ് പോകും. പക്ഷെ പിന്നെ അതായിട്ട് കുറച്ചുകൂടി യൂസ് ടു ആയി, അതിനെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് പണ്ടുണ്ടായിരുന്ന അത്ര ഒരു ത്രെട്ട് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മേഖല മണി മാർക്കറ്റിംഗിന് ഫേസ് ചെയ്യുന്നില്ല. കാരണം ഇന്ന് ആൾക്കാർക്ക് അറിയാം എന്താണ് മണി മാർക്കറ്റിംഗും എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. രണ്ടാമത്താണ് നോ ലെജിസ്ലേഷൻ ഗവേണിംഗ് ദ ഇൻഡസ്ട്രി. ഈ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് സ്വാറ്റ് അനാലിസിസ് എന്നുള്ളത് നമ്മളൊരു 2008 സമയത്ത് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ത്രെട്ട് ലെവൽ. അതുകൊണ്ട് തന്നെ അന്ന് ഇതിനൊരു ലെജിസ്ലേഷൻ ഉണ്ടായിരുന്നില്ല, നോ ലെജിസ്ലേഷൻ ഗവൺമെന്റ്. പക്ഷെ ഇന്ന് ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ, ഇതിന് പുതിയതായിട്ടൊരു നിയമം വന്നിട്ടുണ്ട്. ഇനി അധികം വൈകാതെ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു മിനിസ്ട്രി തന്നെ വരും കാലങ്ങളിൽ വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ആർസിഎം. അതുകൊണ്ട് തന്നെ ഈ 2 ത്രെട്ടുകളും നമുക്കൊരു ത്രെട്ടേ അല്ല. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ത്രെട്ട് അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തതാണ് വാട്ട് മേക്സ് ഡയറക്ട് സെല്ലിംഗ് അട്രാക്റ്റീവ്. എന്താണ് ഇപ്പൊ ഞാൻ ഈ സ്വാറ്റ് അനാലിസിസും കഴിഞ്ഞു, നമ്മൾ സ്ട്രെങ്ത് നോക്കി, വീക്ക്നെസ് നോക്കി, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നോക്കി, അതിന്റെ ത്രെഡ്സ് നോക്കി. ഈ 4 കാര്യങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിൽ റിസ്ക് ഇല്ല എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള റിസ്ക് നമുക്ക് അവകാശപ്പെടാതെ, കാരണം ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നമ്മുടെ ആകെ കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഭൂരിഭാഗം പേരും തൊഴിലില്ലാതിരിക്കുകയാണ്. കാരണം അവർക്ക് സമയം ഇഷ്ടം പോലെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സമയം ഇഷ്ടം പോലെ സ്പെൻഡ് ചെയ്യാണ്ടെന്ന് മാത്രമല്ല, അവർക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനനുസരിച്ചുള്ള ഒരു വരുമാനം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടൈമാണ്, അല്ലാതെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ 0 ആണ്. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ ഒരു ചോദ്യചിഹ്നമേ അല്ല. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ, നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, അതൊന്നും ഒരു മാറ്റർ ചെയ്യുന്ന കാര്യമില്ല. നമ്മളെ തന്നെ പതുക്കെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. മൂന്നാമത്തതാണ് നോ എക്സ്പീരിയൻസ്. മുന്നേ ഈ ഇത്തരത്തിലൊരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളോട് ആരും ചോദിക്കില്ല. കാരണം നിങ്ങളൊരു ജോബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആദ്യം ചോദിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ എന്നുള്ളതാണ്.
സത്യം പറഞ്ഞാൽ നമ്മളൊരു ജോബിൽ കയറുമ്പോൾ നമ്മൾ അവിടെ കയറുന്നത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് അവർ എടുക്കുള്ളൂ. അപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊന്നും ചെയ്യണം, നേരിട്ട് ഇങ്ങോട്ട് പോകുന്നേക്ക് ഡയറക്ട് സെല്ലിങ്ങിന്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടേക്കാം. സോ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ സംബന്ധിച്ചോളം ഇവിടെ നിങ്ങളോട് ആരും ചോദിക്കില്ല നിങ്ങൾ മുന്നൊരു ഡയറക്ട് സെല്ലിംഗ് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഒന്നും ചോദിക്കില്ല. ഈ സിസ്റ്റമായിട്ട് പഠിക്കാനുള്ള മനസ്സ് കാണിക്കുക, ഈ സിസ്റ്റത്തിന് അടുത്തറിയാതെ മനസ്സ് കാണിക്കുക, അത്ര ഇവിടെ വേണ്ടു. നോ മാൻ പവർ എക്സ്പെൻസ്. ഇവിടെ പ്രത്യേകിച്ച് നമുക്കൊരു മാൻ പവർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ലേബർ ഇവിടെ വരുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഈ ബിസിനസ് ചെയ്യാം, നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ബിസിനസ് ചെയ്യാം, നമുക്ക് ഫീൽഡിൽ ഇറങ്ങിയിട്ട് ബിസിനസ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ്. ഇനി ഇറ്റ് ഈസ് എ ബിസിനസ് ലൈക്ക് എനി അതർ ബിസിനസ്. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് മറ്റൊരു ബിസിനസിനെ പോലെ തന്നെ ഒരു ബിസിനസ് തന്നെയാണ്. അതിൽ എഫേർട്ട് വേണം, അതിൽ കോൺഫിഡൻസ് വേണം. പക്ഷേ ബാക്കിയുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ, ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു കട തുടങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വേണം എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കാർക്ക് അറിയാം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചോളം ജോലി ഇന്നത്തെ സാഹചര്യത്തിൽ കുറയുന്ന ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു എക്സ്ട്രാ ഇൻകം തന്നെയാണ്. ആ എക്സ്ട്രാ ഇൻകം നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തരാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് ഡയറക്ട് സെല്ലിംഗ്. അതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ജീവിതം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് RCM എന്നുള്ളത്. ഇനി ബെനിഫിറ്റ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആദ്യം ഫ്ലെക്സിബിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു പ്രത്യേക സമയത്തിനോ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ലൊക്കേഷനോ കൺഫൈൻഡ് ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യണം, നിങ്ങൾ എത്ര സമയം വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഒക്കേസ് അറ്റ് പ്ലേസസ് ആൻഡ് ടൈംസ് മോർ കൺവീനിയന്റ് ടു ബയർ. അതായത് ഇത് വാങ്ങുന്ന ഒരു വ്യക്തിക്ക്, ഇതിന്റെ കൺസ്യൂമറിനെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. കാരണം നമ്മൾ പലപ്പോഴും അപ്പോയിന്റ്മെന്റ് എടുക്കുക എങ്ങനെയാണ്? സാറിന് സൗകര്യമുള്ള സമയം അല്ലെങ്കിൽ സാറിന് സൗകര്യമുള്ള ഒരു സ്ഥലം, ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം. സോ അതുകൊണ്ട് തന്നെ കൺസ്യൂമറിന്റെ കൺവീനിയൻസ് എവിടെയാണ്? കൺസ്യൂമർ എവിടെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുക? അദ്ദേഹത്തിന്റെ വീട്ടിലാണോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള PUCയിലാണോ? അതൊക്കെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഇന്ന് നമ്മളൊരു കടയിലേക്ക് പോകുമ്പോൾ അവിടെ പലപ്പോഴും പല കടകളിലും നമ്മൾ ചെല്ലുമ്പോൾ, ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ, ഇപ്പൊ ഒരു ഷോപ്പിംഗ് മാളിൽ എവിടെ ചെന്നാലും അവിടെ പലപ്പോഴും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള ഡീലിംഗ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. ചിലപ്പോൾ ചില ഉൽപ്പന്നത്തെ പറ്റി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആള് നമുക്ക് പ്രോപ്പർലി പറഞ്ഞു തരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞു തരും. കാരണം ഇതൊരു മാർക്കറ്റിംഗിന്റെ ബിസിനസ് ആണ്. ഇവിടെ നമ്മൾ സെൽഫ് പ്രൊമോഷൻ നടത്തുന്ന ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതൊരു കാര്യത്തിനെ പറ്റിയിട്ടും പ്രോപ്പർ ആയിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഒക്കേസ് അറ്റ് പ്ലേസസ് ആൻഡ് ടൈംസ് മോസ്റ്റ് കൺവീനിയന്റ് ടു ബൈ. അതായത് കൺസ്യൂമറിനെ സംബന്ധിച്ചോളം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് അയാൾക്കോ അല്ലെങ്കിൽ അവർക്കോ ഏതാണോ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ഇവിടെ കിട്ടുക. മൂന്നാമത്, ബയേഴ്സ് ക്യാൻ ബി thoroughly educated about product services through actual demonstration. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം, ഒരു കൺസ്യൂമറെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടേണ്ട എല്ലാ ഇൻഫോർമേഷൻസും ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കും വിത്ത് ആക്ച്വൽ ഡെമോൺസ്ട്രേഷൻ. പല മീറ്റിങ്ങുകളിലും നമ്മൾ കാണാം, ലീഡേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ചെറിയൊരു സാമ്പിൾ കൊടുക്കും. ഇപ്പൊ പേസ്റ്റ് ആണെന്ന് വെച്ചാൽ പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ചുണ്ടിൽ വെച്ചോക്കാൻ പറയും, അല്ലെങ്കിൽ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ആണെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളൊന്ന് പൊട്ടിക്കും. കാരണം അതിന്റെ ഫ്രാഗ്രൻസ് അറിയാൻ വേണ്ടിയിട്ട്, അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി. സോ ആക്ച്വൽ ഡെമോൺസ്ട്രേഷൻ നമ്മൾ നടത്തുന്ന മീറ്റിങ്ങുകളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ട്രസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റിൽ കാണുന്നേക്കാളും കൂടുതൽ വിശ്വസനീയത നമുക്ക് ഈ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ട് അത് കയ്യിൽ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി നാലാമത്താണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ഓൾ കമ്മ്യൂണിക്കേഷൻ സെൻസസ് യൂസ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൻസസും നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ കൈകൾ നമ്മൾ യൂസ് ചെയ്യും, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യും, നമ്മുടെ വോക്കൽ കോഡ് ഇതാവും, നമ്മൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാൻഡ് ഗസ്റ്റേഴ്സ് അവർ ശ്രദ്ധിക്കും, മൊത്തം ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ ഡ്രസ്സിങ് ശ്രദ്ധിക്കും. സോ ഇതൊക്കെ ആ ബിസിനസിന്റെ ഒരു മുഖച്ഛായ അവരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മളൊരു ബിസിനസ് പറയാൻ പോയി കഴിഞ്ഞാൽ തന്നെ ആ ബിസിനസ് പറഞ്ഞില്ലെങ്കിൽ അവർ കൺവിൻസ്ഡ് ആയിരിക്കും. കാരണം ആ ഒരു ഡ്രസ്സിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ട അവർക്കറിയാം ഇവർ എങ്ങനത്തെ ആളാണ് അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനത്തെ ആളാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡ്രസ്സിംഗ് സെൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡ്രസ്സിംഗ് സെൻസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു, ആ ഡ്രസ് കോഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു, നന്നായിട്ട് മുടി ചെയ്യുകയും നന്നായിട്ട് ബ്രൂം ചെയ്തു, ആ ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്തു, കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തത ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അവരുടെ മനസ്സിൽ പതിയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിൽ ആദ്യം പതിയുന്നത് ഒരു ചിത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല. ഒരു ചിത്രം നന്നായി അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് കാണുന്നതിന്റെ എഫക്ട് കുറച്ച് വേറെ ആയിരിക്കും, കേൾക്കുന്നതിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും എഫക്റ്റീവ്. അടുത്ത പോയിന്റ്, പൊട്ടൻഷ്യൽ ബയേഴ്സ് ക്യാൻ എക്സ്പ്ലെയിൻ ദർ നീഡ്സ് ഇൻ ഡീറ്റെയിൽ. അതായത് ഇപ്പൊ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചോളം അവർക്ക് എന്താണോ വേണ്ടത് അവർക്ക് പറയാൻ പറ്റും. ഇപ്പൊ അവർ പറയണം എനിക്ക് കുറച്ചും കൂടി പോഷകാഹാരങ്ങളുള്ള ഭക്ഷണത്തെയാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആക്ച്വലി ഇവിടെ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ട്രഡീഷണൽ മാർക്കറ്റ് ഒരു കൺസ്യൂമറിന്റെ കസ്റ്റമൈസ്ഡ് നീഡ്സിനനുസരിച്ചിട്ട് കൊടുക്കാനുള്ള പ്രൊഡക്റ്റുകൾ
ഒരു ട്രഡീഷണൽ മാർക്കറ്റിൽ പലപ്പോഴും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സമയം ഉണ്ടാകും. പക്ഷെ ഇവിടെ സമയമുണ്ട്. കാരണം ഇവിടെ ഈച്ച് കൺസ്യൂമർ ഈസ് വാല്യുബിൾ ആൻഡ് ഈച്ച് കൺസ്യൂമർ ഈസ് എ ഡയറക്ട് സെല്ലർ ആൻഡ് ഈച്ച് ഡയറക്ട് സെല്ലർ വിൽ ബ്രിങ് എ ബിസിനസ്. കാരണം ഓരോ കൺസ്യൂമർ ഒരു ഡയറക്ട് സെല്ലർ ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഓരോ ഡയറക്ട് സെല്ലർ അവരുടേതായ ബിസിനസ് ചെയ്ത് അവരിലൂടെ ഒരുപാട് പേർക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ ബയേഴ്സ് ക്യാൻ എക്സ്പ്ലെയിൻ ദർ നീഡ്സ് ഇൻ ഡീറ്റെയിൽ. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി എക്സ്ചേഞ്ച്. അതായത് ക്വാളിറ്റി സംബന്ധിതമായിട്ടും ക്വാണ്ടിറ്റി സംബന്ധിതമായിട്ടുള്ള ഇൻഫർമേഷൻസ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തിന് മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ, നമ്മുടെ ബിസിനസിന്റെ, ഇത് ചെയ്ത കിട്ടുന്ന ബെനിഫിറ്റ്സിന്റെ ക്വാളിറ്റി. ഒപ്പം തന്നെ ക്വാണ്ടിറ്റി, എത്ര കിട്ടും, ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഈ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, അതിനെ റിഗാർഡിംഗ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും മ്യൂച്വൽ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുകയാണ്. അടുത്തത് സെയിൽസ് പ്രസന്റേഷൻസ് ക്യാൻ ബി കസ്റ്റമൈസ്. അതായത് നമ്മൾ സെയിൽസ് പ്രസന്റേഷൻ, ഇപ്പൊ ഏത് ഉൽപ്പന്നങ്ങൾ നമ്മൾ സെയിൽ ചെയ്യണം അത് നമ്മളാണ് തീരുമാനിക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു ബോസ് ഇല്ല, നിങ്ങൾ വന്ന് പറയില്ല നിങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ മാത്രം വിറ്റാൽ മതി. നമുക്ക് 700-ലധികം ഉൽപ്പന്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് പ്രസന്റ് ചെയ്യണം എന്നുള്ളത്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്കൊരു കിറ്റായിട്ട് ഒരു വീട്ടിൽ സമീപിക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, ഇപ്പൊ ന്യൂട്രി ചാർജ് ആണ് കുറച്ചും കൂടി റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ബി തരുന്ന ഉൽപ്പന്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. സോ സെയിൽസ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഓരോ ഡയറക്ട് സെല്ലറിനെ സംബന്ധിച്ച് കസ്റ്റമൈസ് ചെയ്യാമെന്ന് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന കൺസ്യൂമറിന് ഏതാണോ വേണ്ടത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കയ്യിൽ 7 സെഗ്മെന്റോളം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. സെറ്റ് ഇറ്റ്സ് ഓൺ ഗ്രോത്ത് പ്രൊജക്ഷൻസ് ആസ് ഇറ്റ് പ്രൊവൈഡ്സ് വാല്യുബിൾ പ്രൊഡക്ഷൻ ആൻഡ് പേഴ്സണലൈസ് സർവീസസ്. അതായത് നമുക്ക് തന്നെ നമ്മുടെ ഗ്രോത്ത് പ്രൊജക്ഷൻസിനെ വിലയിരുത്താൻ പറ്റും. ഇപ്പോൾ സാധാരണ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇത്ര മാസത്തിലുള്ള എത്ര ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ തീരുമാനം എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നമുക്ക് ആ തീരുമാനം എടുക്കാൻ പറ്റും. ഓഫേഴ്സ് ദ ഓപ്ഷൻ ഓഫ് സെല്ലിംഗ് ഫുൾ ടൈം ഓർ പാർട്ട് ടൈം. അതായത് നമുക്കിത് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഈ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതായത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള മേഖല പ്രൊവൈഡ് ചെയ്യും. അട്രാക്ട്സ് എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ബിസിനസ് എന്റർപ്രണേഴ്സ്. ചെറുകിട വ്യവസായികളെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കര ലോ ആണ്. ഓഫേഴ്സ് കസ്റ്റമേഴ്സ് ദ ചാൻസ് ടു ടച്ച്, ടേസ്റ്റ്, സീ ആൻഡ് ജഡ്ജ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പല മീറ്റിങ്ങുകളിലും നമ്മളൊരു ഉൽപ്പന്നം കട്ട് ചെയ്ത് അത് നമ്മൾ അവരുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. അവർക്ക് അത് ടച്ച് ചെയ്യാൻ പറ്റും, ടേസ്റ്റ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും, ജഡ്ജ് ചെയ്യാൻ പറ്റും. ഒരു പുറമേയുള്ള ഒരു ട്രഡീഷണൽ മാർക്കറ്റ് കടയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൊന്നും ഒരു ചാൻസ് കിട്ടില്ല. നിങ്ങൾ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് കാശ് കൊടുക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ കിട്ടുമെന്ന് മാത്രമല്ല, അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കാം. അത് ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ കംഫർട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഷോപ്പിന്റെ കംഫർട്ടിലായിരിക്കാം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ആ കൺസ്യൂമറിനനുസരിച്ചുള്ള പേഴ്സണൽ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഉൽപ്പന്നത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതിനെ പറ്റിയുള്ള ഡെമോൺസ്ട്രേഷനും കിട്ടാനുള്ള ഒരു ചാൻസ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. Offers a unique opportunity as little capital and experiences are required. ഒരു യൂണിക് ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഇത് നമ്മൾ ഏത് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ ഏത് ബിസിനസ് തെരഞ്ഞെടുത്താലും അവിടെ ക്യാപിറ്റൽ ഒരുപാട് വേണം, അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ഒരുപാട് വേണം. ഇത് രണ്ടും വേണ്ടാത്ത ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. കാരണം ഇതൊരു യൂണിക് ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾ തന്നെ ആലോചിക്കും സുഹൃത്തുക്കളെ. കാരണം ലിറ്റിൽ ക്യാപിറ്റൽ, ഒട്ടും തന്നെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും എക്സ്പീരിയൻസ് തീരെ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇന്നത്തെ കാലത്ത് ഒരു ജോലി, ഒരു ബിസിനസ്സോ നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു പ്രസന്റേഷൻ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോവാം. അതില്ല എന്നുള്ളത് 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത്. ഇതൊരു യൂണിക് ഓപ്പർച്യൂണിറ്റി ആണ്. ₹1 പോലെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ധൈര്യസമേതം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഇന്ന് നിലവിലുണ്ട് എന്ന് വെച്ചാൽ അത് ഡയറക്ട് സെല്ലിംഗ് മാത്രമാണ്. ക്യാൻ ഗ്രോ ഫാസ്റ്റർ ദാൻ ട്രഡീഷണൽ റീറ്റെയിലിംഗ്. നിങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എടുക്കാം, അത് ട്രഡീഷണൽ മാർക്കറ്റിംഗിലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എടുത്താൽ പോലും അവിടെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്നേക്കാളും 10 ഇരട്ടി കൂടുതൽ നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗിൽ കൊഴിയാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം ഗ്രോസ് ഫാസ്റ്റർ ദാൻ ട്രഡീഷണൽ റീറ്റെയിലിംഗ്. അവിടെ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പരിമിതികൾക്കുള്ളിലാണ് കാര്യങ്ങൾ നടക്കുക. ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഒരു പെർട്ടിക്കുലർ ചെയിൻ ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ ഒരു വ്യക്തിയോട് പറഞ്ഞു, ആ വ്യക്തിക്ക് അത് ഇഷ്ടമായി, 2 പേരോട് പറഞ്ഞു, 2 4 ആയി, 4 8 ആയി, 8 16 ആയി, 16 32 ആയി, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ അതിനൊരു അന്ത്യമില്ല. കാരണം ഇത് ആർക്ക് വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു കൺഫൈൻഡ് പ്ലേസിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ സ്ഥലത്തോ നിശ്ചിതമായിട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള വർക്കിംഗ് അവേഴ്സിലോ അല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മൾ സർവ്വവ്യാപകമാണ്. എവിടെ ചെന്നാലും നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒതുങ്ങുന്ന കാര്യമല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കൺട്രിയിൽ ഒതുങ്ങുന്ന കാര്യമല്ല. കാരണം ഇനിയുള്ള സാഹചര്യങ്ങളിൽ കൺട്രി വിട്ടു പോവുകയാണ് ചെയ്യുക ബിസിനസ്. കാരണം അത്രയും പൊട്ടൻഷ്യൽ ആണ്, അത്രയും ഗ്രോത്ത് ആണ് നമ്മൾ കാഴ്ചവെക്കുന്നത്.
റിക്വയർസ് റിലേറ്റീവ്ലി ലിറ്റിൽ ക്യാപിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റാർട്ടപ്പ്, നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയെന്ന് വെച്ചാൽ ആ സ്റ്റാർട്ടപ്പിന് നമ്മൾ കുറച്ച് എക്സ്പെൻസസ് വേണ്ടു. പക്ഷെ ഇവിടെ നമുക്ക് എക്സ്പെൻസസ് വേണ്ട എന്ന് മാത്രമല്ല, നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാൻ പവർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇവിടെ ഫിസിക്കൽ ലേബറിന്റെ ആവശ്യം കുറവാണ്. ഇവിടെ ആസ് എ ടീം നമ്മൾ വർക്ക് ചെയ്യാണ്. സ്പെൻസ് ലിറ്റിൽ ഓൺ മാസ് മീഡിയ. അതായത് ഒരു മാസ് മീഡിയ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഒരു കമ്പനി എന്താ ചെയ്യുക? അഡ്വർടൈസ്മെന്റ് ചെയ്യും, ഒരുപാട് കാശ് മുടക്കും, ഒരു ആക്ടറെ വിളിക്കും, അദ്ദേഹത്തിന് കുറെ കാശ് കൊടുക്കും. പക്ഷെ ഇവിടെ നമ്മൾ അത് ചെയ്യുന്നില്ല. ഒരു മാസ് മീഡിയയിലേക്ക് എത്താൻ എന്താ ചെയ്യുന്നത്? നമ്മൾ തന്നെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ ആ ഒരു ഗ്രൂപ്പിൽ, ആ ഒരു പോപ്പുലേഷനിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ തന്നെ ആ കൂട്ടത്തിലേക്ക് ഇറങ്ങി ഇത് പ്രൊമോട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി വല്ല എക്സ്പെൻസും വരുന്നുണ്ടോ? ഒരു എക്സ്പെൻസും വരുന്നത്. ഇവിടെ ആകെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടൈമാണ്. അത് എത്ര വേണം എന്നത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും എന്ന് വെച്ചാൽ അത് സത്യത്തിൽ ഒരു എക്സ്പെൻസേ അല്ല. ഓഫേഴ്സ് ഡൈവേഴ്സ് പ്രൊഡക്ട് ലൈൻസ്. അതായത് നിങ്ങൾ ഒരു സാധാരണ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഒന്നും കാണാൻ പറ്റും. പക്ഷെ ഇവിടെ പറ്റും. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പെയിന്റ് വന്നു എന്നുള്ളത്. 7 സെഗ്മെന്റുകളിൽ നിന്ന് മാറിക്കൊണ്ട് വേറൊരു സെഗ്മെന്റ് ആയിട്ട് ഒരു പെയിന്റ് വന്നു. കാരണം ഇത്രയും കാലം നമ്മൾ കണ്ട കാര്യങ്ങൾ FMCG വന്നു, കോസ്മെറ്റിക്സ് വന്നു, മിസ്ലീനിയസ് ആയിട്ടുള്ളത് വന്നു, ഇതൊക്കെ വന്നു. പക്ഷെ ഇവയെല്ലാം വ്യത്യസ്തമായിട്ട് തന്നെ ഹെൽത്ത് സപ്ലിമെന്റ്സ് വന്നു. കാരണം അത് നിങ്ങളൊരു നോർമൽ ഷോപ്പിൽ പോയി നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല. ഒരു ഗുഡ് ഡോട്ടിന്റെ പ്രൊഡക്റ്റ് വന്നു. കാരണം അത് നിങ്ങൾക്ക് ഒരു നോർമൽ ഷോപ്പിൽ പോകുമ്പോൾ കാണാൻ കഴിയില്ല. സോ അവിടെ കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ റേഞ്ച് ആണ് ഇന്ന് നമുക്ക് ഡയറക്ട് സെല്ലിങ്ങിലൂടെ ലഭിക്കുന്നത്. അപ്പൊ ഓഫേഴ്സ് ഡൈവേഴ്സ് പ്രൊഡക്ട് ലൈൻസ്. അതായത് നിങ്ങൾക്ക് പോലും അറിയാത്ത ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഗുണമേന്മകൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഈ ബിസിനസ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതൊരു സാധാരണ ഒരു സ്റ്റോറിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ഈ പ്രൊഡക്റ്റുകളായിട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യം, ഇതിൽ റവയുണ്ടോ, കല്ലുപ്പുണ്ടോ, അങ്ങനെ ഒരുപാട് ഇതിലില്ലാത്ത കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവർ. പക്ഷെ തിരിച്ച് നിങ്ങൾ ചോദിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തൊട്ടടുത്തുള്ള കടയിൽ പോകുമ്പോൾ അവിടെ നിങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് സപ്ലിമെന്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? അത് തന്നെയല്ലേ ഈ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം. നിങ്ങൾക്ക് ജന്തുജന്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഫാറ്റിലൂടെ, അതായത് എനിമൽ ഫാറ്റിലൂടെ ലഭിക്കാതെ തന്നെ നല്ല രീതിയിൽ ലഭിക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു രുചിക്കൂട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. കാരണം ഇന്ന് ഇന്ത്യയിൽ ഇത് രണ്ടും സപ്ലൈ ചെയ്യുന്ന, ഏറ്റവും ടോപ്പ് ക്വാളിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അത് RCM ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പതറാതെ നിങ്ങൾ ഈ 2 സെഗ്മെന്റുകളുടെ പേര് പറഞ്ഞു കൊടുക്കണം. ഇത് പോരാതെ നിങ്ങൾ മൂന്നാമതൊരു സെഗ്മെന്റ് പറയണം, അതാണ് തുളസി പെയിന്റ്സ് എന്നുള്ളത്. സോ ഇതാണ് നമ്മൾ ചെയ്താലുള്ള ബെനിഫിറ്റ്. ഇനി ഈ ബിസിനസ് കേട്ടു, ഈ ബിസിനസിനെ പറ്റി പഠിച്ചു, ഇതിൽ വന്നു, ഇത് വന്നതിന് ശേഷം ഒരുപാട് പേര് ഫെയിൽ ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ ബിസിനസ്സിൽ ഫെയിൽ ആവുന്നത്? കാരണം ഇതൊരു മീറ്റിംഗ് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അവർ ഇറങ്ങി ഓടും. ഓക്കെ, ഐ ആം ഓക്കെ വിത്ത് ദാറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഇത് അങ്ങോട്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ആൾക്കാർ എന്തുകൊണ്ടാണ് ഇതിൽ ഫെയിൽ ചെയ്യുന്നത്? കാരണം ഒരുപാട് പേര് കാണുന്നത് ഇതിൽ ഒരുപാട് പേര് ഫെയിൽ ആയി എന്നുള്ളത്. അവരൊക്കെ എന്തിനാണ് ഫെയിൽ ആയത്? ഹൗ മച്ച് ടൈം ഇറ്റ് ടേക്സ്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണ്. ഒരു IT പ്രൊഫഷണൽ ആവാൻ എത്ര കൊല്ലം പിടിക്കും? എത്ര കൊല്ലം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം? ഞാനൊരു IT പ്രൊഫഷണൽ അല്ല, പക്ഷെ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. 16 കൊല്ലമാണ് എനിക്ക് എടുത്തത് ഒരു IT പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഡോക്ടർ ആവണമെന്ന് വെച്ചാൽ എത്ര കൊല്ലം പഠിക്കണം? ഒരു 12 കൊല്ലം സ്കൂള്, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡിഗ്രി 5 കൊല്ലം 6 കൊല്ലം, അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പോസ്റ്റ്, അങ്ങനെ എത്ര കൊല്ലം പഠിച്ചിട്ടാണ് ഒരു ഡോക്ടർ ആവുന്നത്? ഒരു സ്പോർട്സ്മാൻ ആവണം, ഒരു സ്പോർട്സ് പേഴ്സൺ ആവുന്ന ചെന്ന് നേരിട്ട് അങ്ങോട്ട് ചെന്ന ഇന്ത്യൻ ടീമിലേക്ക് എടുക്കുമോ? ഇല്ല. ഓരോ ഘട്ടമായിട്ട് ജില്ലാ തലത്തിൽ കളിക്കണം, സ്റ്റേറ്റ് ലെവലിൽ കളിക്കണം, അത് കഴിഞ്ഞ് നാഷണൽസ് കളിക്കണം, അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിലേക്ക് എത്തുക. ഇനി ഒരു ജോബിൽ ഒരു ഹയർ പൊസിഷൻ അച്ചീവ് ചെയ്യണം എന്ന് വെച്ചാൽ എത്ര ഡിപ്ലോമാസ് എടുക്കണം, എത്ര PhDs എടുക്കണം? ഇതെല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണുള്ളത്. പക്ഷേ ഇതൊന്നും നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ വകവയ്ക്കില്ല. കാരണം എല്ലാവർക്കും കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കോടീശ്വരനാവണം. നടക്കുമോ? ഏതെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ സമയം, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിക്കാൻ നിങ്ങൾ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് വളരുക? ഒരു IT പ്രൊഫഷണൽ ആവാൻ ഞാൻ പറഞ്ഞു 16 കൊല്ലം എടുക്കും. ഒരു ഡോക്ടർ ആവാൻ 18 കൊല്ലം എടുക്കും. ഒരു സ്പോർട്സ് പേഴ്സൺ ആവാൻ എത്ര കൊല്ലങ്ങൾ എടുത്തിട്ട് പോലും ആവാത്ത ആൾക്കാരുണ്ട്. ഇനി ഒരു ജോബ് ഉയർന്ന ഇതിൽ MD ഒക്കെ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിഗ്രികൾ, PhDകൾ, MBA ചെയ്തിട്ടാണ്. ഇന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് MBA ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്രാഞ്ച് അല്ലേ? എന്തുകൊണ്ട് MBA ചെയ്യുന്നു? കാരണം ജോലി ഇല്ല. അവർക്ക് അറിയാം ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാലാണ് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഫെയിൽ ആയിട്ട് പോയ ആൾക്കാര്, ഫെയിൽ ആയത് അല്ലെങ്കിൽ ഇതിൽ വിജയിക്കാതെ ഇരുന്നത് അവർ ഇതിൽ പ്രോപ്പർ ആയിട്ട് ഒരു സമയം ഇൻവെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്.
ഈ ബിസിനസ്സിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അതില്ലാത്ത ഒരാൾ പോലും ഈ ബിസിനസ്സിൽ വിജയിക്കില്ല എന്ന് ഞാനിപ്പോ പറയുന്നു. വൺ ഹാസ് ടു ലേൺ. ഒരാൾക്ക് പഠിക്കണം. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം എക്സ്പീരിയൻസ് കിട്ടണം. ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞ് അത് വീട്ടിലിരുന്നുകൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ അതൊരു പഠിച്ചുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് കാര്യമില്ല. അതിനെപ്പറ്റി പുറത്തിറങ്ങി പറഞ്ഞാലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ആ എക്സ്പീരിയൻസ് കിട്ടിയിട്ട് ആ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ ഏറ്റവും മുന്നിലെത്താൻ, ഏറ്റവും ഫോർഫ്രണ്ടിലെത്താൻ കുറച്ച് സമയം എടുക്കും. ഒരു ചെടി നിങ്ങൾ നട്ടു കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം വളരില്ല. അതിന് അതിൻ്റെതായ സമയം എടുക്കും. അതേപോലെ സമയം, ഞാൻ പറഞ്ഞു, സമയമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എത്ര ബിസിനസ്സുകൾ ഇന്ന് ഇന്ത്യയിൽ, എത്ര ബിസിനസിന്റെ ലോകത്ത്? ഒരു ബിസിനസ്സും ഇല്ല. ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സമയമാണ്. ആ സമയം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പേഷ്യൻസ്, ക്ഷമ നിങ്ങൾക്ക് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ പോവാം. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരാൾക്ക് ഈ ബിസിനസ്സിൽ നിലനിൽക്കാൻ പറ്റും. വെറുതെ നടത്തിയ പോരാ, പഠിക്കണം. പഠിച്ച് പറഞ്ഞ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വേണം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാ ജോലികളും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ജോലികളാണ്. ഈ ജോലികൾക്ക് നിങ്ങൾക്ക് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെതായ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണം, അതിനാർക്കും പരാതിയില്ല. ഒരു രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങി അതിൽ എന്തെങ്കിലും നേടാൻ പറ്റും നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പലരുടെയും മനോഭാവം. അത് മാറ്റണം. കാരണം ഒരു ജോബില് നിങ്ങൾ കയറാൻ വെച്ചാൽ 16 കൊല്ലം 15 കൊല്ലം നിങ്ങൾ പഠിച്ച് അതിനൊരു സ്കൂൾ ഫീസ് കെട്ടിയിട്ട് വേണം, അല്ലെ? ഫ്രീ ഒന്നല്ല, ആരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്ലാറ്റ്ഫോം ഫ്രീ ആണ്, മീറ്റിംഗ് ഫ്രീ ആണ്. ആകെ ഇതിൽ ഫ്രീ അല്ലാത്തത് എന്താണ്? പ്രോജക്റ്റുകൾ. കാരണം ഇറ്റ് കംസ് അറ്റ് എ കോസ്റ്റ്. ഇവിടെ ഓപ്പർച്യൂണിറ്റി ആണ് ഏറ്റവും വലിയ ഫ്രീ. അതിനപ്പുറം വേറെ എന്താ ഉള്ളത്? ഇത്രയും ഫ്രീ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് യൂട്ടിലൈസ് ചെയ്യാത്തവരാണ് ഈ ബിസിനസ്സിൽ ഫെയിൽ ആവുന്നത്. ഇനി വൈ പീപ്പിൾ ക്വിറ്റ് ദ ബിസിനസ്. ഇനി ഇതിൽ ഒന്നും കിട്ടിയില്ല, ഒന്നും ഇതായില്ല എന്ന് പരാതിപ്പെട്ടിയുള്ള ഇഷ്ടംപോലെ പേരുണ്ടാവും. അവർ ഈ ബിസിനസ് എന്തിനാ ക്വിറ്റ് ചെയ്യണത്? കാരണം എന്താ വെച്ചാൽ മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഡയറക്ട് സെല്ലിംഗ് ആസ് എ ബിസിനസ്. ഈ ബിസിനസ് അവർ ഡയറക്ട് സെല്ലിംഗ് ഒരു ബിസിനസ് ആയിട്ട് അവർ കാണില്ല. അവർ ഈ ബിസിനസ് ആയിട്ട് കാണാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചോളം ഇതൊരു മിറാക്കിളാണ്. കാരണം അപ്പുറത്തുള്ള വീട്ടിലെ ആള് 1.5 ലക്ഷം മേടിക്കുന്നു, ഇപ്പുറത്തുള്ള വീട്ടിലത്തെ ആള് 2.5 ലക്ഷം മേടിക്കുന്നു. അതെന്തോ അവർക്ക് പറ്റും, അത് എന്നെ കൊണ്ട് പറ്റില്ല. അവർക്ക് 2 കാലുണ്ട്, 2 കൈയുണ്ട്, ഒരു മൂക്കുണ്ട്, 2 കണ്ണുണ്ട്, 2 ചെവിയുണ്ട്, ഒരു വായുണ്ട്. നിങ്ങൾക്കുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷെ എന്നാലും ആൾക്കാർ പറയും അത് അവരെ കൊണ്ടേ പറ്റൂ. അത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, ഇവിടെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ വേണ്ട. സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം, അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ പറ്റണം. അത് ചെയ്യാത്തോളം കാലം പരാതിപ്പെട്ടികളായി ഇരുന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾ പരാതിപ്പെട്ടികൾ ആവുന്നു മാത്രമല്ല നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ ഇരിക്കുള്ളൂ. പക്ഷേ ഇതിനൊരു മിറാക്കിളായിട്ട് കാണാതെ ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ വിജയിക്കും. അത് മാത്രം മതി നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ട്. പീപ്പിൾ ഡോണ്ട് ഫോളോ റൂൾസ് ഓഫ് ബിസിനസ്. അതായത് ഈ ബിസിനസ് പറഞ്ഞു തരുന്ന കുറച്ച് റൂളുകളുണ്ട്, അത് ആൾക്കാർ ഫോളോ ചെയ്യില്ല. അത് ഫോളോ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ റിസൾട്ട് കിട്ടില്ല. ഗിരീഷ് സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇതിൽ നിങ്ങളുടെ തല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മണ്ട നിങ്ങൾ വീട്ടിൽ വെച്ച് ലോക്കറിൽ പൂട്ടി കൊണ്ടുവരിക. കാരണം കമ്പനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓൾറെഡി പ്രൊഡക്റ്റ് തരുന്നുണ്ട്, സർവീസ് തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ട ഒരു ജോലി എന്നുള്ളത് ആ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, ആ മാർക്കറ്റിംഗ് പ്ലാനിനെ കാണിച്ചു കൊടുക്കുക, ആ ബിസിനസ് പ്ലാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. ആകെ പറയേണ്ട ഒരു ജോലി നിങ്ങൾക്കുള്ളൂ. അതും ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കിട്ടിയത് പോകുന്ന ആൾക്കാരാണെങ്കിൽ കിട്ടിയത് പോട്ടെ, എനിക്ക് വേറെ പരാതിയൊന്നുമില്ല അവരോട്. 4ാമത്, ടു സെൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് യു നീഡ് ടു ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ഒരു ഉൽപ്പന്നം വിൽക്കണം എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ട് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം, അത് ഫീൽ ചെയ്തിരിക്കണം, അത് ടേസ്റ്റ് ചെയ്തിരിക്കണം, അത് ടച്ച് ചെയ്യണം. പക്ഷേ ഞാൻ എന്റെ ടീമിൽ വന്ന ഒരാളെ എനിക്കറിയാം പേഴ്സണലി. അദ്ദേഹം ഈ ബിസിനസ് പ്ലാൻ പോലും കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ആൾക്കാരെ ചേർക്കുന്നത് എന്തിനാണെന്ന് എനിക്കും അറിയില്ല. ഈ ഉൽപ്പന്നത്തെ പറ്റിയിട്ട് പറയാൻ അറിയില്ല, ഈ ഉൽപ്പന്നത്തെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ ആള് ബിസിനസ് ചെയ്യുന്നു. പക്ഷെ ഇത് എത്ര കാലം സസ്റ്റെയിൻ ചെയ്യും? ഒരു ഉൽപ്പന്നത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര നാള് സസ്റ്റെയിൻ ചെയ്യും? 5ാമത്തത്, പീപ്പിൾ ഡോണ്ട് ഗിവ് സഫിഷ്യന്റ് ടൈം ടു ബിസിനസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസിനസ്സിന് എല്ലാവർക്കും പെട്ടെന്ന്, ഞാൻ പറഞ്ഞു, കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും കോടീശ്വരന്മാരാവണം. നടക്കണ കാര്യമാണോ? നടക്കണ കാര്യമല്ല. കാരണം ഏതൊരു മേഖല എടുത്താലും അതിൽ അതിൻ്റെതായ ടൈം ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഇനി പീപ്പിൾ ഹാവ് ഫിയർ ഓഫ് നെറ്റ്വർക്കിംഗ്. ആൾക്കാർക്ക് നെറ്റ്വർക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ആളെ ചേർത്തലാണോ ചോദിക്കും. എന്താണ് ആളെ ചേർത്തൽ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അംബാനി എന്നൊരു വ്യക്തി ഒരു കമ്പനി നടത്തി കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കാണെന്നത്? അദ്ദേഹം തന്നെയാണ് കംപ്ലൈന്റ് കോളുകൾ എടുക്കുന്നത്, അദ്ദേഹം തന്നെയാണ് ഇതിന്റെ വയറ് കെട്ടാൻ പോകുന്നത്, അദ്ദേഹം തന്നെയാണ് ജിയോന്റെ ലൈൻ വലിക്കാൻ പോകുന്നത്, ഒക്കെ അദ്ദേഹം തന്നെയാണോ? അല്ല.
ആള് ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരുടെ അണ്ടറിൽ ഒരുപാട് പേരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരോട് റിക്രൂട്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് ആ ഒരു ജിയോ എന്നുള്ളൊരു നെറ്റ്വർക്ക് ഇന്ന് ഇന്ത്യയിൽ എല്ലായിടത്തും എത്തിയത്. അതാണ് നെറ്റ്വർക്ക്, അല്ലാതെ ആളെ ചേർത്തലല്ല. ഇറ്റ് ഈസ് എ ടീം വർക്ക്. ഒരു കോർപ്പറേഷൻ രീതിയിൽ നമ്മൾ ആൾക്കാരെ കൊണ്ടുപോകുന്നു, ഇതിൽ കോർപ്പറേറ്റ് ആവുന്നു, ഒരു കൂട്ടായ പ്രവർത്തനം, അതാണ്. അല്ലാതെ ആളെ ചേർക്കലല്ല ഇത്. പലരും പറയും നെറ്റ്വർക്കിംഗ് ആളെ ചേർക്കി. എങ്ങനെയാണ് ആളെ ചേർക്കുന്നത്? നിങ്ങൾ ഇന്ന് പറയൂ, ഏതൊരു പ്രസ്ഥാനമാണ്, ഇപ്പൊ വിപ്രോ ആണെങ്കിലും ഇൻഫോസിസ് ആണെങ്കിലോ ടാറ്റ ആണെങ്കിലും ബിർള ആണെങ്കിലും, ഏത് സ്ഥലത്താണ് ഒറ്റൊരാളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ബിസിനസ് മുന്നേറുന്നത്? എല്ലായിടത്തും ആൾക്കാരുണ്ട്, എല്ലായിടത്തും വർക്ക് ഫോഴ്സ് ഉണ്ട്, അല്ലെ? പക്ഷെ ഇവിടുത്തെ വർക്ക് ഫോഴ്സിന്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, എത്ര പേരെ ചെയ്യണം, എത്ര നേടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പൊ അവരെ ആളെ ചേർക്കലല്ല. ഇത് പുതിയതായിട്ട് പുതിയ വ്യക്തികളെ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ്. അതായത് നമ്മൾ പോലും അറിയാത്ത ഒരു വ്യക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അവരെ പുറത്തു കൊണ്ടുവന്ന് അങ്ങനെ പുതുതായിട്ടൊരു നവഭാരത നിർമ്മാണം നടത്തുന്ന ഒരു ബിസിനസ്സാണിത്. അപ്പൊ അത് ആളെ ചേർത്തൽ ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് അതിനെ തരം താഴ്ത്താൻ പാടില്ല. ബീങ് കൺസിഡേർഡ് ആസ് എ സെയിൽസ്മാൻ, അതായത് സെയിൽസ്മാൻ ആയ കുറച്ചിലാണ്. എന്താണ് കുറച്ചില്? ഇന്ന് ഈ ലോകത്ത് സെയിൽ നടക്കാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? A to Z, നമ്മൾ ജനിച്ചപ്പോ തൊട്ട് മരണം വരെ എല്ലാം സെയിൽ തന്നെയാണ്. എല്ലാത്തിന്റെ ഒരു സെയിൽസ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിയർ ഓഫ് റിജക്ഷൻ, അതായത് ഞാൻ ആരോടെങ്കിലും ബിസിനസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് റിജക്ട് ചെയ്യും എന്നുള്ളത്. പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ റിജക്ട് ചെയ്യുന്നുള്ള പേടി തുടക്കത്തിൽ തന്നെ ഉണ്ടാവും. അവൻ സമ്മതിക്കില്ല, ഇവൻ സമ്മതിക്കില്ല. മുൻവിധി, ഇങ്ങനെ മുൻവിധി വെച്ച് എന്തുണ്ടാവുക വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ഒരു വിലയില്ലാതെയാവും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരാൾ റെഡി അല്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് നമ്മളെ ഒരു വിലയില്ല എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ആൾക്കാർ ബിസിനസ് ക്വിറ്റ് ചെയ്ത് പോകുന്നത്. ഇതില്ല, ഇത്തരത്തിലുള്ള മുൻവിധികൾ ഇല്ലാത്ത ആൾക്കാർ ഇത്തരത്തിലുള്ള ബിസിനസിനെ ബിസിനസ് ആയിട്ട് കണ്ടുകൊണ്ട് ഇതൊരു അത്ഭുത പ്രതിഭാസമായിട്ട് കാണാതെ ഇതിനെ ബിസിനസ് ആയിട്ട്, ഒരു ശരാശരി മനുഷ്യൻ അധ്വാനിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യമുള്ള, അവന് നേടേണ്ട കാശ് അവന് കിട്ടുന്ന ബോധ്യമുള്ള വ്യക്തികളെ നിങ്ങൾ ഈ ബിസിനസ്സിൽ കൊണ്ടുവരും. ഈ ബിസിനസിന് റൂള് ഫോളോ ചെയ്യുന്ന വ്യക്തികളെ കൊണ്ടുവരും. ഈ ബിസിനസ്സിലെ ഓരോ ഉൽപ്പന്നങ്ങളും ഒരു മടിയും കൂടാതെ എല്ലാ പുതിയ ഉൽപ്പന്നങ്ങളും വരുമ്പോൾ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് 4 പേരോട് പറയുന്ന ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരും. സഫീഷ്യന്റ് ആയിട്ട് ബിസിനസ്സിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി. കാരണം ആൾക്കാർക്ക് ഇവിടെ പഞ്ഞമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ വീക്ക്നെസ് പോലും പോസിറ്റീവ് ആക്കിയിട്ടുള്ള ഒരു ബിസിനസ് ആണിത്. ഇവിടെ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഇത് അറിയാൻ ഒരുപാട് പേരുണ്ട്. 300-200 കോടി ജനങ്ങൾ ഇന്ന് ഇത് അറിയാതെ കിടക്കുന്നുണ്ട്. ആൾക്കാർക്ക് ഇവിടെ ക്ഷാമമില്ല. ഫിയർ ഓഫ് നെറ്റ്വർക്കിംഗ്, പേടി വേണ്ട. കാരണം ഇത് നെറ്റ്വർക്കിംഗ് അല്ല, ഇത് ആളെ ചേർത്തുന്ന പരിപാടിയല്ല. ഇത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റുന്ന സ്വപ്നങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. ബീങ് കൺസിഡേർഡ് എസ് എ സെയിൽസ്മാൻ, നിങ്ങൾ സെയിൽസ്മാൻ ആണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിക്കുന്നത് നമ്പർ 1 സെയിൽസ്മാനായ അംബാനിയാണ്. കാരണം അദ്ദേഹം സെയിൽ ചെയ്തിട്ട് തന്നെയാണ്. അല്ലാതെ ജിയോ എന്നുള്ളത് ആശയം ഉണ്ടാക്കി അവിടെ ഒരു പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിട്ടല്ല ഇന്ന് ഇന്ത്യ കാണുന്ന രീതിയിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയത്. സെയിലിന് ഇറങ്ങിയ ആള്. ഫിയർ ഓഫ് റിജക്ഷൻ, റിജക്ട് ആവുന്നുള്ള പേടി. എന്താണ് റിജക്ഷൻ? നിങ്ങളൊരു സ്ഥലത്ത് പോയി ഒരു കാര്യം പറഞ്ഞ് അത് റിജക്ട് ആയി എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾക്ക് തെറ്റ് തിരുത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ തിരുത്തി കറക്റ്റ് ആക്കിയിട്ടാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പുതിയ വ്യക്തിയെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അതല്ലാത്ത പക്ഷം ഒരു ഉൽപ്പന്നത്തെ പറ്റി അറിഞ്ഞ് അത് പറയാതെ പേടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആജീവനാന്തം പേടിച്ചിരിക്കും. 6 kinds of direct sellers, അതായത് ഈ ബിസിനസ്സിൽ 6 തരത്തിലുള്ള ഡയറക്ട് സെല്ലേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ആദ്യത്തെയാണ് അൾട്ടിമേറ്റ് യൂസേഴ്സ്. നെവർ സെൽസ് എ പ്രൊഡക്റ്റ്, സൈൻസ് അപ്പ് ഫോർ ബോൾസം ഓർ ഡിസ്കൗണ്ട് പ്രൈസ്. അതായത് ഇത്തരത്തിലെ ആൾക്കാർ, അതായത് അൾട്ടിമേറ്റ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഒരിക്കലും സെയിൽസിനും വരില്ല, നെറ്റ്വർക്കിങ്ങിനും വരില്ല. അവരാകെ ചെയ്യുന്ന കാര്യം എന്നുള്ളത് ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് കേൾക്കുമ്പോൾ കമന്നടിച്ചു വരും. അതാണ് ഡയറക്ട് സെല്ലേഴ്സിൽ ഫസ്റ്റ് വരുന്നത് അൾട്ടിമേറ്റ് യൂസ്. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. എന്ത് പറഞ്ഞാലും അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുക. നമ്മൾ അവരോട് പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് അത് കേൾക്കാൻ താല്പര്യമില്ല. അവസാനം നമ്മൾ പറയും ഡിസ്കൗണ്ടിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ, ഡിസ്കൗണ്ട് ഉണ്ട് എന്നാ ഞാൻ ചെയ്യാം. പ്രൊഡക്റ്റിന്റെ ഗുണമേന്മകൾ നോക്കിയിട്ടല്ല, കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കിയിട്ടല്ല, ജസ്റ്റ് ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ കമന്നടിച്ച് വീഴുന്ന ആൾക്കാർ. ഈ കടകളിലൊക്കെ ആടിമാസ സെയിൽ ഉണ്ട്, ആങ്കിടപ്പൂവും ഓട്ടവും പെട്ടിയോട്ടവും എല്ലാം വിളിച്ചിട്ട് ചിലപ്പോൾ മിനി ലോറി വിളിച്ചിട്ട് വരെ പോകുന്ന ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. പോയിട്ട് അങ്ങോട്ട് വാരി കൂട്ടി അങ്ങോട്ട് കൊണ്ടുവരും. ഇത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അത് നമുക്കും ഒരു ടൈം വേസ്റ്റ് ആണ്, അവർക്കും ഒരു ടൈം വേസ്റ്റ് ആണ്. അവരെ ഫോക്കസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ ചുമന്ന മഷിയില് അൾട്ടിമേറ്റ് യൂസേഴ്സ് എന്നുള്ളതിന് ചുമന്ന മഷിയിൽ ഞാൻ കൊടുത്തത്. കാരണം ഒരു പ്രൊഡക്റ്റ് അവർ വിൽക്കില്ല, ഒരു പ്രൊഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യില്ല. അവര് കൺസ്യൂം ചെയ്യുമോ എന്നുള്ളതും ഡൗട്ടാണ്. ഇപ്പൊ ഒരു കൺസ്യൂമർ ആണെങ്കിൽ ഞാൻ കൺസ്യൂമർ ആണെന്ന് പറഞ്ഞേനെ, പക്ഷെ അവർ ജസ്റ്റ് ഈ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടിട്ട് സാധനം വാങ്ങും. അവർക്ക് ഒരിക്കലും അവരുടെ അതിന്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി മാർക്കറ്റിന്റെ പ്രൈസ് ഡിഫറൻസോ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ബിസിനസ് സംബന്ധിതമായിട്ട് ഫോക്കസ് ചെയ്യും. അവർ ചോദിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് കൊടുക്കാം, പക്ഷെ അതല്ലാതെ അവിടെ നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തതാണ് ഷോർട്ട് ടൈമർ. അതായത് അവർ അവരുടേതായ സ്വാർത്ഥമായ ലാഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു.
ഇപ്പൊ ചിലപ്പോ ക്രിസ്മസ് ആണ്, ക്രിസ്മസിന് കുറച്ച് കാശ് വേണം, അപ്പൊ ആ മാസം പ്രവർത്തിക്കും. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഓണം വരുന്നു, ഓണത്തിന് കുറച്ച് പ്രവർത്തിക്കും. ഇവരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ആക്ടിവേറ്റ് ആവും, ഇടയ്ക്ക് വീണ്ടും ഡീആക്ടിവേറ്റ് ആവും, ഇടയ്ക്ക് ആക്ടിവേറ്റ് ആവും, ഇടയ്ക്ക് ഡീആക്ടിവേറ്റ് ആവും. ഇത്തരത്തിലുള്ള ആൾക്കാരെ അനാവശ്യമായിട്ട് നമ്മൾ പൊക്കിക്കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. അവരവരുടെ രീതിക്ക് ബിസിനസ് ചെയ്യും. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കൺസിസ്റ്റൻസിയാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ ടൂള്. അത് ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കാലത്തും ബിസിനസ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇവരോടൊപ്പം ആര് അസോസിയേറ്റ് ആവുന്നു അവരുടെ ബിസിനസ് പോകും. കാരണം ഒരാൾ ഈ ബിസിനസ്സിൽ വന്നു, ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇദ്ദേഹത്തിന്റെ താഴെ ഒരുപാട് പേര് വന്നു, ഇദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അത് നിർത്തി വേറെ ജോബിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഇവരും ഈ പറഞ്ഞ പിന്നിൽ വന്ന ആൾക്കാരൊക്കെ ഇനാക്റ്റീവായി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇയാൾ വീണ്ടും ആക്ടിവേറ്റ് ആവും. അപ്പൊ അത്തരത്തിലെ ആൾക്കാരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും കൺസിസ്റ്റന്റ് ആവില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുത്ത് നമ്മുടെ ബിസിനസ്സും ഡൗൺ ആവും. ഒപ്പം ഇവരുടെ ഒപ്പം ആരൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നു അവരൊന്നും നാളെ ബിസിനസ്സിൽ ഉണ്ടാവും. അവരാവശ്യക്കാരായിരിക്കും. ഇദ്ദേഹത്തെ പോലെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം ഒരിക്കൽ വരുന്നു പോകുന്നു, ഒരിക്കൽ വരുന്നു. അതായത് വൺ ടൈം മണി. ഇവരെ സംബന്ധിച്ചോടെ ഇടയ്ക്ക് ഇത്തിരി ഒരു കാശിന് അർജൻസ്, അപ്പൊ ആ മാസം നന്നായിട്ട് ചെയ്യും. അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ 2 കാറ്റഗറിനും ഞാൻ റെഡ് മഷി കൊണ്ട് കൊടുത്തത്. അൾട്ടിമേറ്റ് യൂസേഴ്സും ഷോർട്ട് ടൈമർ ആയ ആൾക്കാരെയും നമ്മൾ ഫോക്കസ് ചെയ്യരുത്. ആരെ ഫോക്കസ് ചെയ്യണം? ഇൻകം നീഡഡ് ലിമിറ്റഡ് ടൈം, അതായത് സപ്ലിമെന്റൽ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി എക്സ്ട്രാ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവരെ സംബന്ധിച്ചോളം അവരൊരു ഗവൺമെന്റ് ജോബ് ചെയ്യുന്നവരായിരിക്കും, പ്രൈവറ്റ് ജോബ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. ആ സമയത്തിനനുസരിച്ച് അവർക്ക് പറയും. അത്തരം ആൾക്കാരെ നമുക്ക് ഫോക്കസ് ചെയ്യാം, അത്തരം ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പൊ ഒരു ജോലി ഉണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള സപ്പോർട്ടും അവർക്ക് നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് അവരുടെ മൊറാലിനെ ബൂസ്റ്റ് ചെയ്യും, അവരുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ എപ്പോ ഈ ജോലിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഇൻകം RCM എന്നൊരു പ്രസ്ഥാനത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നു, അന്ന് അവർക്ക് ഇതിലേക്ക് വരാൻ കുറച്ചും കൂടി ഫുൾ ടൈം ആയിട്ട് വരാനുള്ള ഒരു കോൺഫിഡൻസ് കൂടും. 4മതാണ് കാരിയർ എന്റർപ്രണർ. അതായത് അവരെ സംബന്ധിച്ചോളം അവർ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ റെഡിയാണ്, അവർ ഇതിന്റെ ഒരു കാരിയർ ആയിട്ട് എടുക്കാൻ. ഈ ആൾക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അവരൊരു ജോബ് എന്നൊരു ഓപ്ഷനെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ആ ഒരു ഉറച്ച തീരുമാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവരൊന്നും സാധാരണക്കാരല്ല. ഇവര് ലൈഫിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് കാരിയർ എന്റർപ്രണേഴ്സിനെയാണ്. 5 സോഷ്യലൈസ്. ഇത്തരത്തിലുള്ള ആൾക്കാര് അവർക്ക് കാശ് ഉണ്ടായിരിക്കും, അവർക്ക് കാശ് ഒരു പ്രശ്നമല്ല, അവർക്ക് വേണ്ടത് റെക്കഗ്നിഷൻ ആണ്. അതായത് ഇത്രയും കാലം ഞാനൊരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ ഒരു റെക്കഗ്നിഷൻ കിട്ടിയില്ല, ഇനി എനിക്ക് റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു മേഖലയിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഫോക്കസ് ചെയ്യും. കാരണം അവര് റെക്കഗ്നിഷൻ കിട്ടാനായിട്ടാണെങ്കിലും അവർ ഈ ബിസിനസ്സിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. അത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവര് വേദികളിൽ ഒരുപാട് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം, അവർക്ക് വേദികളിൽ സമ്മാനം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം, വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് ഫോക്കസ് ചെയ്യാം. 6മത്താണ് സോഷ്യലി കോൺഷ്യസ്, ബിലീവിംഗ് സോ സ്ട്രോങ്ലി ഇൻ പ്രൊഡക്ട്സ് വാല്യൂ ടു സൊസൈറ്റി ദേ വാണ്ട് ടു ടെൽ അതേഴ്സ്. സത്യസന്ധമായിട്ട് പറയുകയാണ്, ഇന്ന് RCM പ്രസ്ഥാനത്തിൽ ഇന്ന് സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന എല്ലാവരും ഈ അവസാനം പറഞ്ഞ പോയിന്റിലുള്ളവരാണ്. കാരണം അവർ ഈ ബിസിനസ്സിൽ ഉൽപ്പന്നങ്ങളുടെ വാല്യൂവിനെ അത്രയും ഉയർന്ന, അവരുടെ വാല്യൂവിനേക്കാളും ഉയർന്നു കാണുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിരിക്കുക. കാരണം അവരെ സംബന്ധിച്ചോളം ഈ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ടേ അവർക്ക് എന്തുള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം അവർ ഈ സിസ്റ്റത്തിലും ഈ പ്രൊഡക്റ്റിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലെ ആൾക്കാരെയും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഈ 4 കാറ്റഗറി ആൾക്കാരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് പാർട്ട് ടൈം ഇൻകം വേണ്ട ആൾക്കാർ, ഫുൾ ടൈം ആയിട്ട് ഇതിൽ വരുന്ന ആൾക്കാരും, റെക്കഗ്നിഷൻ ആയിട്ട് വരുന്ന ആൾക്കാർ, ഇതിലെ ഉൽപ്പന്നങ്ങളുടെ സവിശേഷതകളിൽ, ഗുണമേന്മകളിൽ പരിപൂർണമായിട്ട് വിശ്വാസമുള്ള ആൾക്കാർ. ഇത്തരത്തിലെ 4 കാറ്റഗറി ആൾക്കാരെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വിൽ ബൂം ലൈക്ക് എനിത്തിങ്. അതായത് നല്ല സ്പീഡിൽ പോകാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ബിസിനസ് ഒരു ഹോൾട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പിൽ വരുന്നതിന്റെ മെയിൻ കാരണം നമ്മൾ ഈ അൾട്ടിമേറ്റ് യൂസേഴ്സും ഷോർട്ട് ടൈം ആയ ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഷോർട്ട് ടൈമർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് നോളജ് ഉണ്ടായിരിക്കും, ഒരുപാട് ലാംഗ്വേജിൽ പാണ്ഡിത്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ആക്റ്റീവ് ആകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് പേരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആള് വീണ്ടും താഴത്തേക്ക് പോകും. അത് കഴിഞ്ഞാൽ ആൾക്ക് എപ്പോ തോന്നുന്നു അപ്പൊ മാത്രമേ ആള് വരും. ഇത്തരത്തിലെ ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്ത് സമയം കളയരുത് എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. വാട്ട് ഷുഡ് റിയലി ബ്രിങ് പീപ്പിൾ ടു ഡയറക്ട് സെല്ലിംഗ്? എന്താണ് ഡയറക്ട് സെല്ലിംഗ് ശരിക്കും ആൾക്കാരെ കൊണ്ടുവരേണ്ടത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്കൗണ്ട് റേറ്റ് കണ്ടുവരുന്ന ആൾക്കാരുണ്ട്, ഇതൊരു ചെറിയ രീതിയിലുള്ള ഒരു ലാഭം, ഇടയ്ക്കൊക്കെ ഒന്ന് എക്സ്ട്രാ മണി ഉണ്ടാക്കാനുള്ള ഒരു മേഖലയായിട്ട് കണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ശരിക്കും എന്ത് കണ്ടിട്ടാണ് ആൾക്കാർ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരേണ്ടത്? ഒന്ന്, ഇതിൽ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യം. രണ്ടാമത്, ഓപ്പർച്യൂണിറ്റി ടു ബിക്കം ഫിനാൻഷ്യൽ ഡിപെൻഡന്റ്. ഇത് നമ്മളെല്ലാവരുടെയും സ്വപ്നമാണ്. അതായത് ആരും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ
നിൽക്കാൻ സാധിക്കണം. അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏതൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അത് ഫാമിലി ആണെങ്കിലും യൂത്ത് ആണെങ്കിലും എല്ലാവരെയും സംബന്ധിച്ചോളം അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതായത് പ്രൊഫഷനിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ്. ഇത് ജോബിൽ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഭൂരിഭാഗം പേരും ഡയറക്ട് സെല്ലിംഗിൽ വരുന്നത്. കാരണം ഇവിടെയുള്ള ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഓണത്തിനും സംക്രാന്തിക്കും 3 കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ വരുന്ന ഒരു സംഭവം ഒന്നല്ല, ഒരു പ്രത്യേക പ്രതിഭാസമൊന്നുമല്ല. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചകളിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഇവിടെ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ പറഞ്ഞു തരാൻ ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരുണ്ടെന്ന് മാത്രമല്ല, ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. മറ്റോടത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളെ ഒരു പാവക്കുട്ടീനെ പോലെ സ്ട്രിങ് വെച്ചിട്ട് ആൾക്കാർ കൺട്രോൾ ചെയ്യും. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ഇവിടെ ആ ഒരു പ്രശ്നം വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്ര വളരണോ അത്രയേറെ വളരാം. നാലാമത്, ടു ബൈ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ് ആൻഡ് ടു ബി എ മാസ്റ്റർ ഓഫ് സേവിംഗ്. ഇത് കൺസ്യൂമർ ഗ്രൂപ്പിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യാം, അതും റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടും. ഇതോടെ നമുക്കൊരു ചെലവ്, അതായത് ചെലവ് ചുരുക്കാൻ പറ്റുന്ന ഒരു രീതിയായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. അഞ്ചാമത്തത്, നോ പ്രീ റിക്വസ്റ്റീസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഹയർ എഡ്യൂക്കേഷൻ വേണം എന്നുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു റൂളോ കാര്യമോ ഒന്നും ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു മേഖല മുമ്പോട്ട് വെക്കുന്നില്ല. ഇതൊരു ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. ഇത്രയും ഈ ഒരു 6 പോയിന്റ് മതി ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഡയറക്ട് സെല്ലിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അടുത്തത്, ഇനി ഇപ്പൊ നിങ്ങൾ ഡയറക്ട് സെല്ലിംഗിന്റെ സവിശേഷതകളെ പറ്റിയിട്ട് കേട്ടു, ഡയറക്ട് സെല്ലേഴ്സ് എത്ര പേരുണ്ടെന്ന് കേട്ടു, എന്തുകൊണ്ട് നമ്മൾ ഡയറക്ട് സെല്ലിംഗിലേക്ക് വരണം, അത് ചെയ്താലുള്ള ബെനിഫിറ്റിനെ പറ്റിയൊക്കെ കേട്ടു. ഇതൊക്കെ കേട്ടിട്ട് പോലും പലപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇത് കേട്ടു, ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു, ചിലർ വിചാരിക്കും ഇതൊരു മിറാക്കിളാണ്, ചില ആൾക്കാരെ കൊണ്ട് മാത്രമേ പറ്റുന്നത്. അത്തരത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കണ്ണു തുറപ്പിക്കാനുള്ള അവസാന ഒരു ശ്രമമാണ് എന്റേത്. വാട്ട് ആർ ദി അവൈലബിൾ ഓപ്ഷൻ? നിങ്ങളുടെ കയ്യിൽ എന്ത് ഓപ്ഷൻസ് ആണ്? പ്ലാൻ എ, ഇത് ഒരു ശരാശരി വ്യക്തിയുടെ ഓഫറാണ്. അതായത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളൊരു മേഖല, ഗുഡ് ജോബ്, ഒരു ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ നിങ്ങളുടെ പാരന്റ്സ് തുടങ്ങി വെച്ച ഒരു ബിസിനസ് നിങ്ങൾ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആവുക. അതായത് സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് പോലെയൊക്കെ നല്ലൊരു പുസ്തകം എഴുതിയിട്ട് അതൊരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കായി മാറി നിങ്ങൾക്ക് അതിലൊരു റോയൽറ്റി കിട്ടുന്ന രീതിയിലാവുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിക്കും. ഇനി സാധാരണഗതിയിൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചോളം 2 ഓപ്ഷനാണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, നല്ലൊരു ജോബ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്, ചെറുകിട വ്യവസായം തുടങ്ങുക. ബാക്കിയുള്ളതൊക്കെ കുറച്ചും കൂടി ഹയർ ലെവൽ കാര്യങ്ങൾ അല്ലെ. അതിന് കുറച്ചും കൂടി ഹയർ ക്യാഷ് വേണം, കുറച്ചും കൂടി സാമ്പത്തിക സുരക്ഷിത നിങ്ങൾക്ക് വേണം. കാരണം ഒരു ബിസിനസ് ഒക്കെ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി നന്നായിട്ട് നടക്കുന്ന ഒരു ബിസിനസ് ആവണം, അല്ലെങ്കിൽ ആരും ഏറ്റെടുക്കില്ല. ഒരു ഇൻഡസ്ട്രി തുടങ്ങാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ പെട്ടിക്കട തുടങ്ങാൻ തന്നെയുള്ള ചെലവ് ഇന്ന് അധികമാണ്. അപ്പൊ ഒരു ഇൻഡസ്ട്രി തുടങ്ങാനാണെങ്കിൽ അത്രയധികം റിസോഴ്സസ് നിങ്ങളുടെ കയ്യിൽ വേണം. ഒരു ഇൻവെസ്റ്റർ ആവണമെന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിൽ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് വേണം. ഒരു ബുക്ക് എഴുതണമെന്ന് വെച്ചാൽ സാഹിത്യം നിങ്ങൾക്ക് അറിയണം. ഒരു കാര്യം കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു നോളജ് വേണം. ഇതൊക്കെ ഭയങ്കര മെനക്കെടായ കാര്യങ്ങളാണ്. മെനക്കെടാന്ന് മാത്രമല്ല, ഇതിന് ഒരുപാട് സമയവും പോവും, ടെൻഷനും കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ലൊരു ശതമാനം അതിനായിട്ട് നിങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. നമ്മൾ കേട്ടിട്ടുണ്ട്, എഡിസൺ എന്ന ഒരു വ്യക്തി ബൾബ് കണ്ടുപിടിച്ചത് 1001ാമത്തെ പരീക്ഷണം കഴിഞ്ഞതിന് ശേഷമാണ് ബൾബ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അത്രയധികം പരീക്ഷണം ചെയ്തു. സോ അതിന്റെ പിന്നിലുള്ള എഫേർട്ട് ചെറുതൊന്നുമല്ല. ഇപ്പൊ ജോബിലാണെങ്കിൽ പോലും നമ്മൾ ജോബിൽ ചെയ്യുന്നത് ഏകദേശം ഇതേ കാര്യം തന്നെയാണ്. ഒരേ ദിവസം ചെയ്യുന്ന കാര്യം വീണ്ടും 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 ചെയ്യുക, എന്തെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടുന്ന വെച്ചിട്ട് എവിടെ കിട്ടണു? ബിസിനസ് ആണെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മോശമാണെന്ന് മാത്രമല്ല, ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് വേണ്ട ഒരു കൊളാട്രൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഇന്നില്ല. പാരന്റൽ ബിസിനസ് ആണെങ്കിൽ ഉള്ള ബിസിനസ് ഒക്കെ മൂക്ക് കുത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏത് ബിസിനസ് ചെറുപ്പക്കാരൻ എടുത്ത് ചെയ്യാൻ തുടങ്ങുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക? ആരും ആഗ്രഹിക്കില്ല. ഇൻഡസ്ട്രി ഇന്നത്തെ സമയത്ത് തുടങ്ങുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതിനും ഈ പറഞ്ഞ പോലെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇതൊക്കെ പ്ലാൻ ബി ആണ്. ഈ പ്ലാൻ എ ആണ്. ഈ പ്ലാൻ എ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചെറുതായിട്ടൊരു ഭാഗമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഉണ്ടാവുള്ളൂ. ലിമിറ്റഡ് ആയിട്ട് ടൈമാണ് ഇവിടെ. നിങ്ങൾ ഒരു ജോബിൽ പോയാൽ നിങ്ങൾ 16 to 18 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യണം. ബിസിനസ് ആണെങ്കിൽ അത്രയധികം സമയം ഇൻവെസ്റ്റ് ചെയ്യണം. അതിപ്പോ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്ത ബിസിനസ് ആണെങ്കിലും, ഇൻഡസ്ട്രി ആണെങ്കിലും ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും, ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്കൊക്കെ ആണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 24 hours അതിന്റെ മുമ്പിൽ ഇരിക്കണം. കാരണം സ്റ്റോക്കിന്റെ പ്രൈസ് എപ്പോഴും മാറാന്ന് അറിയാൻ പറ്റും. ഒരു ബുക്ക് എഴുതാണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയം അതിനായിട്ട് നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വരും. ഒരു സാധനം കണ്ടുപിടിക്കാനാണെങ്കിൽ അതിനും അതെ. സോ അവിടെ ലിമിറ്റഡ് ടൈമാണ്. ഇതൊക്കെ ചെയ്യുമ്പോഴും ബുക്കും എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് മണിയാണ് സത്യത്തിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ഓഫ് ടൈമിനനുസരിച്ചിട്ട് ഒരു മണിയല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതല്ലാതെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മുടെ കയ്യിൽ വേറെ ഒരു ഓപ്ഷൻ എന്താണുള്ളത്?
ആ ഓപ്ഷനാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. അതായത് പ്ലാൻ ബി. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലെവറേജ് ചെയ്യാം. എത്ര സമയം നിങ്ങൾക്ക് ഇതിൽ ചെയ്യണം, എത്ര സമയം നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് വളർത്താം. എത്ര സ്കില്ല് ഞാൻ ഇതിലിടണം, എന്തൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ പുതിയ സ്കില്ലുകളാണ് ഞാൻ ഇതിൽ നിന്ന് നേടിയെടുക്കേണ്ടത്, എത്ര എഫേർട്ട് ഇടണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതോടെ ഈ 3 തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു നെറ്റ്വർക്ക് ഫോമോ. അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫോം ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് പ്ലാൻ എയിൽ നിന്ന് പ്ലാൻ ബിയിലേക്ക് മാറുമ്പോൾ അതൊരു എക്സ്ട്രോർഡിനറി ലൈഫ് ആയിരിക്കും. ഒരുപാട് സമയം ഉണ്ടായിരിക്കും, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മണി ഉണ്ടായിരിക്കും. അതായത് പ്ലാൻ എയിലെ അവസാനത്തെ 2 ഓപ്ഷൻസ് ആയ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് എഴുതി കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന വരുമാനവും ഒരു സംഭവം കണ്ടുപിടിച്ച ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെക്കാളും ഇരട്ടി നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലാൻ ബി എന്നൊരു ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിൽ ആവാൻ പറ്റും. അതുകൊണ്ട് പ്ലാൻ ബി ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ റൈറ്റ് നൗ. ഇനി ഹൗ ഡു യു വാണ്ട് ടു ലിവ് യുവർ ലൈഫ്, അതായത് ഇപ്പോ സോറി അതില് ലൈഫ് എന്നുള്ളതൊന്ന് തെറ്റിപ്പോയി. സോ ഹൗ ഡു യു വാണ്ട് ടു ലിവ് യുവർ ലൈഫ്, അതില് 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഇപ്പൊ പ്ലാൻ എ പ്ലാൻ ബി പോലെ 2 ഓപ്ഷൻസ് ഉണ്ട്. പ്ലാൻ എ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എ ലൈഫ് ഫുൾ ഓഫ് കോംപ്രമൈസസ്. ഒരുപാട് കോംപ്രമൈസസുകൾ ഉള്ള ഒരു ലൈഫ് ആയിരിക്കും. അത് ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതിൽ പ്രത്യേകിച്ചും മാറ്റുന്നില്ല. നമ്മൾ കാലാകാലങ്ങളായിട്ട് കോംപ്രമൈസ് ചെയ്ത് ഇല്ലാതെക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്ലാൻ ബി ആണ് നിങ്ങളുടെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലൈഫ് ഫുൾ ഓഫ് ചോയ്സസ്. ഒരുപാട് ചോയ്സസ് ഉണ്ടാവും. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോയി, ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഒരു സാധാരണ ഫാമിലി തീർച്ചയായിട്ടും ലിമിറ്റ് വെക്കും. അതായത് കുട്ടികൾ ചോദിക്കുന്ന എല്ലാം അവർക്ക് കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു വട്ടം നിങ്ങൾ ഒരു ഹോട്ടലിൽ കയറി നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെ ചോദിക്കുന്നു നിങ്ങൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റുന്നത്, ആ സമയത്ത് നിങ്ങളുടെ മുഖത്തുണ്ടാവുന്ന ഒരു സന്തോഷം, മോൻ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുഖത്തുണ്ടാവുന്ന സന്തോഷം, ഇതൊക്കെ ലൈഫിലെ വൺ ടൈം ഓപ്പർച്യൂണിറ്റി ആണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ആ മാറ്റം വേണ്ട, ഞാൻ ഇപ്പോഴത്തെ വഴികളിലൂടെ പോയിക്കോളാം, എനിക്കിനി ഇതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല എന്ന് വിചാരിക്കുന്നവരെ നിങ്ങൾ വിട്ടേക്കും. അത്തരം ആൾക്കാർ എപ്പോഴും ലൈഫിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട്, അതായത് ഇപ്പൊ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർ പിശുക്കി ചെയ്യും. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരിക്കും. കാരണം എന്താ, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പ്ലാൻ ബി എന്നൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്ന ഒരുപാട് വാതിലുകളാണ്. പണ്ട് ഒരു നാനോക്കാരന് മാത്രം കാശ് സ്വരുക്കുത്തി വെച്ച് നിങ്ങൾക്ക് ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെൻസ് വേണോ, ഓഡി വേണോ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ലംബോർഗിനി വേണോ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ചോയ്സസ് ഇല്ല. അവിടെ നിങ്ങൾക്ക് കോംപ്രമൈസസ് മാത്രമാണ്. ഇത് ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇനി വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്തു, അതെന്താണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റിയിട്ട് മാത്രമാണ്. ഇനി നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളൊരു കമ്പനി എടുത്തു, ആ കമ്പനി ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ആർട്ട് എന്നുള്ള കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം ഈ കമ്പനി നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട് എന്നുള്ളതാണ്. എക്സ്ട്രാ ഇൻകം ഫസ്റ്റ് പോയിന്റ് തരുന്നുണ്ട്. മോർ ഫ്രീ ടൈം, കൂടുതൽ ഫ്രീ സമയം നമുക്ക് ഈ ബിസിനസ്സിൽ ആയതിനു ശേഷം ലഭിക്കുന്നു. കാരണം നമ്മളൊരു ജോബിൽ പോയി കഴിഞ്ഞാൽ അവിടെ 8 to 12-20 മണിക്കൂറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനെ വെച്ച് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ അത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സ്വന്തമായിട്ട് നമുക്കിപ്പോ ഒരു ബിസിനസ് ഉണ്ട്, ഹാവ് ഓൺ ബിസിനസ്, ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈലായി. നമ്മളൊരു 5 കൊല്ലം മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെയല്ല ഇപ്പോൾ. സ്ഥിതിഗതികളൊക്കെ മെച്ചപ്പെട്ടു, നമ്മുടെ ലൈഫിൽ ഒരുപാട് ചോയ്സസ് ആയി. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വന്നു നമ്മുടെ ലൈഫിൽ. പണ്ട് ആ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ഹോസ്പിറ്റൽ കേസ് ആയിട്ട് വന്ന് പോയാൽ തന്നെ നമ്മുടെ കയ്യിൽ ആ മാസത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമ്മളെല്ലാം വെൽ പ്ലാൻഡ് ആണ്, ഫിനാൻഷ്യലി നമ്മൾ സെക്യൂർ ആണ്. ട്രാവൽ ചെയ്യുക, ഇഷ്ടം പോലെ ഓഫേഴ്സ് കമ്പനി തരുന്നുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങോട്ട് വേണം ട്രാവൽ ചെയ്യാൻ. ഡെയിലി ബേസിസിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. കേരളത്തിൽ എനിക്ക് അറിയാത്ത പല സ്ഥലങ്ങൾ വരെ ഞാൻ പോയി കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഈ ഒരു ബിസിനസ്സിൽ വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഹൈലൈറ്റ് ആണ്. ചാരിറ്റി, നിങ്ങൾ ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് തന്നെ കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ എന്ത് ചാരിറ്റി അവിടെ നടക്കുക. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ മാറ്റം വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. പേഴ്സണൽ ഡെവലപ്മെന്റിനുള്ള ഒരു ചാൻസ് ഉണ്ട്. പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഇതൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ജോബോ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ഇതിനൊരു സാധ്യത കിട്ടില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഡെവലപ്മെന്റ് ചാൻസ് ഉണ്ട്, അംഗീകാരങ്ങൾക്കുള്ള ചാൻസ് ഉണ്ട്, റെക്കഗ്നിഷൻ. റിട്ടയർ ആയി കഴിഞ്ഞാൽ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് മക്കളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള അത്ര അധികം ക്യാഷ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും, റിട്ടയർമെന്റ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യപ്പെടുന്ന ബിസിനസ്സിൽ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലാണ്, നിങ്ങൾ റൈറ്റ് ചോയ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഇതെല്ലാം തരാൻ പറ്റുന്ന പ്രാപ്തമായ ഒരു പ്രസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഒരു സല്യൂട്ട് തരുന്നു. ഇനി അവസാനത്തേതായിട്ട് പിരമിഡ് സ്കീം. ഇപ്പൊ ചിലർ ചോദിക്കും ഇത് പിരമിഡ് ആണോ ചോദിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പലരോടും ഇത് എന്താണെന്ന് RCM എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ
അല്ലെങ്കിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അത് അവരുടെ കുറ്റമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവാത്ത ഒരു രീതിയിലാണ് അവരുടെ എഡ്യൂക്കേഷൻ. സോ അവരെ സംബന്ധിച്ചോളം നമുക്ക് അവരെ ചെറിയ രീതിയിൽ എങ്ങനെയാണ് ഇത്, എന്താണ് ഇതെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരം ആൾക്കാർ ചിലപ്പോൾ ചോദിക്കും ഇത് പിരമിഡ് സ്കീമാണോ ചോദിക്കും. പിരമിഡ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് തന്നെ പിരമിഡ് സ്കീമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അത് സംബി ലാസ്റ്റ് ഇത് പിരമിഡ് ആണോ? പിരമിഡ് ആണ്. ഇപ്പൊ ചിലർ നമ്മളോട് ചോദിക്കും മണി ചെയിൻ ആണ്. പക്ഷെ നമുക്ക് പറയാം മണി ചെയിൻ അല്ല, മണി ചെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, ഇതും പറയുമ്പോൾ ഇങ്ങനെയാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് ഇത് പിരമിഡ് ആണോ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? സത്യത്തിൽ എന്താണ് പിരമിഡ് സ്കീം? പിരമിഡ് സ്കീം എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് മോഡലാണ്. ആ ബിസിനസ് മോഡലിൽ ആൾക്കാരെ ചേർത്തുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരിക്കലും ആൾക്കാരെ ചേർത്തലല്ല. കാരണം ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട നോളജ് കൊടുക്കുന്നുണ്ട്, ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, പ്ലാനുകൾ കൊടുക്കുന്നുണ്ട്, ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഒപ്പം അവർക്ക് ഒരാളെ ഇതിലേക്ക് കൺവിൻസ് ചെയ്യാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു പിരമിഡിൽ സംബന്ധിച്ചോളം അവിടെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഒന്നുമില്ല. അവിടെ ജസ്റ്റ് ഒരു പ്രോമിസ് മാത്രമേ. അതായത് ഒരു ഫ്യൂച്ചർ പേയ്മെന്റ് നടത്തും എന്നുള്ളത്, നിങ്ങൾ ഇന്ന ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ച നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ള ഒരു പ്രോമിസ് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എ പ്രോമിസ് ഓഫ് പേയ്മെന്റ് ഓർ സർവീസസ് ഫോർ എൻറോളിംഗ് അതേഴ്സ്. അതായത് നിങ്ങൾ ഒരാളെ ചേർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നിശ്ചിതമായിട്ടൊരു ഇത് കിട്ടും, ഒരു പേയ്മെന്റ് കിട്ടുമെന്ന് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. റാദർ ദൻ സപ്ലൈങ് ഇൻവെസ്റ്റ്മെന്റ് ഓർ സെയിൽ ഓഫ് പ്രൊഡക്റ്റ്. അതായത് അവിടെ സെയിലും നടക്കുന്നില്ല, പ്രൊഡക്റ്റുകളുടെ സെയിലും നടക്കുന്നില്ല, അവിടെ യാതൊരു തരത്തിലുള്ള ഒരു ട്രെയിനിങ് ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് പറയുന്നു നിങ്ങൾ ആൾക്കാരെ ചേർത്തു, നിങ്ങളുടെ ഇടയിൽ ഒരാൾ വന്ന അയാളെ കൊണ്ട് വേറൊരാളെ ചേർത്തിക്കൂ. അവിടെ പ്രൊഡക്റ്റും ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഒരു എമൗണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ എന്താണെന്ന് വെച്ചാൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാവൂ. അതായത് ഏറ്റവും ഫസ്റ്റ് ആര് ഇത് വരുന്നോ അവർക്ക് മാത്രം ഇതിൽ ലാഭം ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ് ഇസ് ദിസ് എ പിരമിഡ് സ്കീം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയണം? നോ, ദിസ് ഈസ് നോട്ട് എ പിരമിഡ് സ്കീം. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ, ഇപ്പൊ ഞാൻ കാണിച്ചത് പിരമിഡ് ആണ്. ആ പിരമിഡ് നമ്മൾ കമത്തി വെച്ച് കഴിഞ്ഞാൽ, അതായത് അപ്സൈഡ് ഡൗൺ ആയിട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് MLM triangle is a place where everyone starts at the bottom. അതായത് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് പതുക്കെ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ആവണം. നമുക്കറിയാം നമ്മൾ ഏറ്റവും ചെറിയൊരു പോയിന്റിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ പതുക്കെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് അത് വലുതാവുന്നു. അതാണ് ശരിക്കും MLM ട്രയാങ്കിൾ എന്ന് പറയുന്നത്. പിരമിഡ് എന്ന് പറയുമ്പോൾ മേലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ലാഭമുണ്ട്, താഴെ വരുമ്പോൾ ആർക്കും ഒന്നും കിട്ടാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇവിടെ നമ്മൾ താഴെ നിന്ന് തുടങ്ങുന്നത്, അതായത് നമ്മളൊരു വീട് പണിയുമ്പോൾ ആദ്യം ബേസ് പണിതതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരു ന്യൂ കമ്മർ ആണ്, ഒരു ജോയിനിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ നിങ്ങളെ പതുക്കെ ഓരോ സ്റ്റെപ്പായി കയറ്റി മേലേക്ക് കൊണ്ടുവരും. അതാണ് സത്യത്തിൽ MLM അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താണ് ഇതിൽ വിജയിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ഇതിൽ വിജയിക്കാൻ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റെപ്സോ കാര്യങ്ങളോ ചെയ്യേണ്ട. ഓൾറെഡി നമുക്ക് കമ്പനി അതിനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഫൈൻഡ് എ റെപ്യൂട്ടഡ് കമ്പനി ടു ജോയിൻ ദ ബിസിനസ്. അത് നമ്മൾ ഓൾറെഡി ചെയ്തു. കാരണം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കമ്പനിയിൽ ഒന്നായ RCMലാണ് നമ്മൾ അടിയുറച്ച് നിൽക്കുന്നത്. രണ്ട്, യൂസ് ദ പ്രൊഡക്റ്റ് യുവർസെൽഫ്. ദിസ് വിൽ ഗിവ് യു കോൺഫിഡൻസ്. അതായത് ഇപ്പോൾ കമ്പനി പ്രൊവൈഡ് ചെയ്ത പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രൊഡക്റ്റിൽ വിശ്വാസം വരും. ആ വിശ്വാസം വന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് വരും മറ്റൊരാളോട് ഇത് പറയാൻ വേണ്ടിയിട്ട്. മൂന്ന്, വേർ ദ ബിസിനസ് ഹാവ് എ കൺസിസ്റ്റന്റ് എന്റർപ്രണൽ ആറ്റിറ്റ്യൂഡ്. വേർ ദ ബിസിനസ് ഞാൻ പറയുമ്പോൾ നമ്മുടെ ചായപ്പൊടിയുടെ മാല എടുത്തിട്ട് കഴുത്തിലിടുക എന്നല്ല. വേർ ദ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് അതിന്റെ രീതിയിൽ ഒരു ബിസിനസ് മാൻ എങ്ങനെയാണ് ഡ്രസ് ചെയ്യുക ആ രീതിയിൽ നിങ്ങൾ പോകണം. പല മീറ്റിങ്ങുകളിലും ഞാൻ ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്, വളരെ കാഷ്വൽ ആയിട്ടാണ് വരിക. അപ്പൊ അത്തരത്തിലുള്ള കേസുകളിൽ നമ്മൾ അത് ഒഴിവാക്കിക്കൊണ്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോകണം. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മളൊരു കാര്യം പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എങ്ങനെ പറയുന്നു, നമ്മൾ എന്ത് ഡ്രസ് ഇട്ട് പറയുന്നു എന്നുള്ളതാണ് ആൾക്കാർ കാണുക. കാരണം കാണുന്ന കാര്യങ്ങളാണ് ആൾക്കാരുടെ മനസ്സിൽ കൂടുതൽ പതിയുക. വേർ ദ ബിസിനസ് ഹാവ് എ കൺസിസ്റ്റന്റ് എന്റർപ്രണൽ ആറ്റിറ്റ്യൂഡ്. ടോക്ക് ടു പീപ്പിൾ അബൌട്ട് യുവർ പ്രൊഡക്റ്റ് ആൻഡ് മേക്ക് ദം യുവർ കസ്റ്റമേഴ്സ്. അവരോട് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ട് പറയൂ, അവരെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറ്റൂ. ഫോളോ ദ മാർക്കറ്റിംഗ് പ്ലാൻ, നോ നീഡ് ഫോർ ഇന്നോവേഷൻ. അതായത് കമ്പനി തന്നിരിക്കുന്ന മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് ഫോക്കസ് ചെയ്യുക. വേറെ ഒന്നും വേണ്ട, നിങ്ങളുടെ സൈഡിൽ നിന്നൊന്നും വേണ്ട. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോലിയിൽ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യോ? ഇല്ല. നിങ്ങളുടെ ബോസ് എന്ത് പറയുന്നു അതേ ചെയ്യുള്ളൂ. അപ്പൊ അവിടെ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ പല ആൾക്കാരും വന്നിട്ട് ഈ ബിസിനസ്സിൽ എടുക്കും. ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും സ്വയം കാര്യമാണ്. ഈ ധൈര്യം നിങ്ങൾ ജോലിയിലൊന്ന് കാണിച്ചു നോക്കുമോ, രണ്ടാമത്തെ ദിവസം നിങ്ങളെ പുറത്താക്കും ജോലിയിൽ. അപ്പൊ അവിടെ കാണിക്കാത്ത ധൈര്യം നിങ്ങൾ എന്തിനാ ഇവിടെ കാണിക്കുന്നത്? ഇവിടെ കമ്പനി നിങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. 700-ലധികം റേഞ്ചുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നല്ലൊരു വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ എന്തിനാണ് നിങ്ങൾ നിങ്ങളുടേതായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത്? കണ്ടുപിടുത്തം നടത്താനാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടുപിടുത്തം നടത്തി രക്ഷപ്പെടാമെന്നില്ല. ഒരു ബുക്ക് എഴുതി രക്ഷപ്പെടായിരുന്നു, ഒരു കണ്ടുപിടുത്തം നടത്തി രക്ഷപ്പെടായിരുന്നു. പക്ഷെ ഇതൊന്നും പറ്റില്ല. ഇവിടെ വന്നിട്ട് ഓരോ കളികൾ കളിക്കണം. അങ്ങനെ കളിക്കുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ അസോസിയേറ്റ് ഒരുപാട് പേര് പോകും. അതുകൊണ്ട് തന്നെ
കമ്പനി തരുന്ന മാർക്കറ്റിംഗ് പ്ലാൻ എന്താണോ അത് മാത്രം പഠിക്കുക, അത് മാത്രം ഫോളോ ചെയ്യുക, അത് മാത്രം പ്രൊമോട്ട് ചെയ്യുക, അത് മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ബ്രിങ് പീപ്പിൾ ഇൻ യുവർ ബിസിനസ് ഹു ഹാവ് ഡിസൈഡ് ടു ബി സക്സസ്ഫുൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാറ്റഗറി, ഈ ബിസിനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ, എനിക്ക് എന്തെങ്കിലും നേടണം, കാരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ആൾക്കാർ, അതായത് ഇതിനെ ഒരു കാരിയർ ആയിട്ട്, ഇതിനെ ഒരു ജോബായിട്ട്, ഇതിനെ ഒരു പ്രൊഫഷൻ ആയിട്ട് കാണുന്ന ആൾക്കാരെ അസോസിയേറ്റ് ചെയ്യുക, അവരെ കൊണ്ടുവരിക. അവരായിരിക്കും നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തരിക. ട്രെയിൻ യുവർ ടീം ആൻഡ് സപ്പോർട്ട് ദം. നിങ്ങളുടെ ടീമിന് വേണ്ട ട്രെയിനിങ്ങും സപ്പോർട്ടും എന്നും കൊടുത്തുകൊണ്ടിരിക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനല്ലാതെ ഒരു ബ്രേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ആഴ്ച ഇത്ര കൊടുത്തു, ഇനി അടുത്ത ആഴ്ച ഞാൻ കൊടുക്കില്ല, അടുത്ത മാസം കൊടുക്കില്ല, അടുത്ത മാസം ഞാൻ കൊടുക്കുള്ളൂ എന്ന് പറയരുത്. കാരണം ട്രെയിനിങ് എന്നുള്ളത് ഈ ബിസിനസിനെ സംബന്ധിച്ചോളം ഇതിന്റെ ജീവാംശമാണ്. നമ്മൾ ഒരാളെ ട്രെയിൻ ചെയ്യുന്നത് അയാള് ഒരു ദിവസം മാത്രം നന്നായാൽ മതി എന്ന് വെച്ചിട്ടല്ല. അയാൾ ലൈഫ് ലോങ് നന്നാവണം എന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ലോങ് ട്രെയിനിങ് കൊടുക്കണം. നമുക്കറിയുന്ന കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ആയാലും മാർക്കറ്റിംഗ് പ്ലാൻ ആയാലും അതിനെ പറ്റിയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് സത്യത്തിൽ ട്രെയിനിങ് എന്നുള്ളത്. അത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയാം. സോ ആ ട്രെയിനിങ് നിങ്ങളുടെ ടീമിലേക്കും അവരുടെ ടീമിലേക്കും നല്ല രീതിയിൽ എത്തുക എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത്ര കാര്യങ്ങൾ ചെയ്താൽ മതി. സത്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഭൂരിഭാഗം ചെയ്യുന്നതും കമ്പനിയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, പ്ലാൻ പറയുക, പ്രൊമോട്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങളൊരു ജോബിൽ പോയി കഴിഞ്ഞാൽ എത്ര കാര്യങ്ങൾ ചെയ്യണം? നിങ്ങളൊരു ബിസിനസ് സ്വന്തമായിട്ട് ഏറ്റെടുത്തിട്ട് എന്തൊക്കെ ചെയ്യാണ്ട്? ഇവിടെ ഓൾറെഡി പകുതി മുക്കാ കാര്യങ്ങൾ കമ്പനി നിങ്ങൾക്കായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കമ്പനി പറഞ്ഞ മാർക്കറ്റിംഗ് പ്ലാൻ അതേപോലെ എക്സാക്ട്ലി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, പ്രൊമോട്ട് ചെയ്യുക, അത് അവരുടെ ടീമിലേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അല്ലാതെ ഇവിടെ സ്വന്തമായിട്ടൊരു എഫേർട്ടോ ഒന്നും എടുക്കേണ്ട ആവില്ല. ഇത്തരത്തിലൊരു പാർട്ട്ണർഷിപ്പിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു ഭാഗമായിട്ട് ഒരു 15-20 മണിക്കൂർ ഒരു കമ്പനിക്ക് കൊടുത്തിട്ട്, ഒരു ജോലി ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒന്നും നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു കമ്പനി നിങ്ങളോട് പറയുന്നു, വരൂ ഞങ്ങളുടെ ഒപ്പം പാർട്ട്ണർഷിപ്പിലേക്ക് വന്ന് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പകുതി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ബാക്കി പകുതി നിങ്ങൾ ചെയ്താൽ മതി. അതെങ്ങനെ? പാർട്ട് ടൈം ആയിട്ട് ചെയ്യണോ? പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ഫുൾ ടൈം ആയിട്ട് ചെയ്യണോ? ഫുൾ ടൈം ആയിട്ട് ചെയ്യാം. ഫുൾ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനെ തരുന്ന വേറെ ഏതൊരു കമ്പനി ഉണ്ട്? ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു ടോപ്പിക്കിലൂടെ എന്റെ ഈ ഒരു സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു അവസരം, ഇന്നത്തെ ഈ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ എനിക്ക് തന്നതിന് ഞാൻ നോബിൾ സാറിന് ആദ്യം നന്ദി പറയുന്നു. ഒപ്പം ഈ ഒരു സ്ലൈഡ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു പ്രൊഫഷനായിട്ട് ഏറ്റെടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ബിസിനസിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയാർസ്യം, ഗുഡാർസ്യം, ജയ് ഹിന്ദ്.